SSC റെയിൽവേ പരീക്ഷയ്ക്കുള്ള ഹിസ്റ്ററിയുടെ ഒരു സീരീസാണ്. ഇതുവരെ കംപ്ലീറ്റ് ആയ വീഡിയോസൊക്കെ ഒരു പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരുമിച്ച്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ ഭാഗങ്ങൾ നമ്മുടെ സ്റ്റോൺ ഏജ് മുതൽ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ ഇസ്ലാമിക് ഇൻവേഷന് തൊട്ട് മുന്നേയുള്ള ഭാഗം വരെ ഏൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്താണ്. ഈ ഇസ്ലാമിക് ഇൻവേഷൻ മുതൽ ഇനി അങ്ങോട്ടേക്ക് അവസാനം ബ്രിട്ടീഷുകാർ വരുന്ന ആ ഒരു സമയം വരെ, മുഗൾസിൻ്റെ അവസാനം വരെയുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് മെഡീവിയൽ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മെഡീവിയൽ പീരീഡാണ് ഇനി വരാൻ പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ടോപ്പിക്കുകൾ. അതിൽ തന്നെ ആദ്യത്തെ ടോപ്പിക്ക് ഡൽഹി സുൽത്താനേറ്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് ഇസ്ലാമിക് ഇൻവേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതുവരെയുള്ള യുദ്ധങ്ങളും ഒക്കെ ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ അകത്ത് നിന്നുള്ള ഒരുപാട് റൂളേഴ്സ്, ചോളാസ് പാണ്ഡ്യാസുമായിട്ട്, ഇവിടെയുള്ള ഗുർജര പ്രതിഹാരാസ് പാലാസുമായിട്ട്, അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫൈറ്റുകളായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ആദ്യമായിട്ട് ഒരു ഫോറിൻ ഇൻവേഡർ വന്നിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് വരുന്ന ഒരു സ്ഥലമാണ്, ആദ്യത്തെ ഭാഗമാണ് ഈ ഫോറിൻ ഇൻവേഷൻ. അതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പോയിൻ്റ് മുഹമ്മദ് ബിൻ കാസിംസ് ഇൻവേഷൻ 712 AD. അപ്പോൾ ഈ മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്നത് ഈ ഉമയ്യദ് ഖലീഫേറ്റ് എന്ന് പറയുന്ന ഒരു അറബിലെ ഒരു ഡൈനാസ്റ്റി, അറബ് എംപയറിൻ്റെ ഭാഗമായിട്ടുള്ള ഉമയ്യദ് ഖലീഫേറ്റിൻ്റെ ഒരു മിലിറ്ററി കമാൻഡർ ആയിരുന്നു മുഹമ്മദ് ബിൻ കാസിം. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യൻ സബ് കോണ്ടിലേക്ക് അറ്റാക്ക് ചെയ്യുന്ന മുസ്ലിം ഇൻവേഡറാണ് മുഹമ്മദ് ബിൻ കാസിം. അപ്പോൾ ഈ സമയത്ത് ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തുള്ള സിന്ധ് ഭാഗത്ത് ഭരിക്കുന്ന ആളായിരുന്നു രാജാ ദാഹിർ. രാജാ ദാഹിറിനെ മുഹമ്മദ് ബിൻ കാസിം കൊലപ്പെടുത്തുന്നു. പക്ഷേ ഇവിടെ വലിയ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അമ്പലങ്ങൾ തകർക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് ഓഫ് എക്സാം പോയിന്റിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ്, ജസിയ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതായത് ജസിയ എന്ന് പറയുന്നത് ഈ മുസ്ലിം ഭരണം ഉള്ള സ്ഥലത്ത് നോൺ മുസ്ലിംസിലായിട്ട് ആളുകൾ കൊടുക്കുന്ന ടാക്സാണ്. അപ്പോൾ എല്ലാവരും ടാക്സ് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ നോൺ മുസ്ലിംസിൻ്റെ ടാക്സിന് വിളിക്കുന്ന പ്രത്യേക പേരാണ് ജസിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പോയിന്റ്. ഫസ്റ്റ് മുസ്ലിം ഇൻവേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, 712 AD. ആളെ പേര് മുഹമ്മദ് ബിൻ കാസിം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 8th century, 8ാം നൂറ്റാണ്ട്, അതായത് 700 ആ തുടക്കത്തിലുള്ള ഒരു സമയത്ത്, 8th century തുടക്കം, നമ്മളെ മുഹമ്മദ് ബിൻ കാസിം അറ്റാക്ക് ചെയ്യുന്ന സമയത്തെ വേൾഡ് മാപ്പാണിത്. ഇതിൽ ഇവിടെ ഈ കൊടുത്തിരിക്കുന്നതാണ് അറബ് എംപയർ. ഇതാണ് ഉമയ്യദ് ഖലീഫേറ്റിൻ്റെ കീഴിൽ ഭരണം നടക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇന്ത്യയുടെ ഇതാണ് ഈ സിന്ധ് പ്രവിശ്യ. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ സിന്ധ് പ്രവിശ്യയിലാണ് രാജാ ദാഹിർ ഉള്ളത്. ഈ രാജാ ദാഹിർ ഇദ്ദേഹത്തിനെയാണ് ഈ ഉമയ്യദ് ഖലീഫേറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന മുഹമ്മദ് ബിൻ കാസിം രാജാ ദാഹിറിനെ അറ്റാക്ക് ചെയ്യുന്നത്. വർഷം 712. ഇതാണ് ആദ്യത്തെ മുസ്ലിം ഇൻവേഷൻ ഇന്ത്യയിലെ. അപ്പോൾ ഇദ്ദേഹം ഒരു അറബാണ്. അടുത്തതായിട്ട് രണ്ടാമതായിട്ട് വരുന്നതാണ് ഇൻവേഷനാണ് മുഹമ്മദ് ഗസ്നവീസ് ഇൻവേഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇദ്ദേഹം മുസ്ലിം തന്നെയാണ്, പക്ഷേങ്കിൽ തുർക്കമെനിസ്ഥാനാണ് രാജ്യം. നേരത്തെ പറഞ്ഞത് അറബായിരുന്നു, ഇത് ഫസ്റ്റ് തുർക്കം. അപ്പോൾ ഗസ്നവീനെ പറ്റി പറയുമ്പോൾ ഇവിടെ തന്നിട്ടിരിക്കുന്ന ഈ ഒരു ഭാഗം, ഇതാണ് ഗസ്നവയുടെ എംപയർ. അവിടുത്തെ കിങ് ആണ് മഹ്മൂദ് ഓഫ് ഗസ്നവി. അത് മഹ്മൂദ് ഓഫ് ഗസ്നവി. ആ വർഷം ഇത് ഇദ്ദേഹത്തിൻ്റെ റെയിനിങ് പീരീഡാണ്. അപ്പോൾ ഇതിൽ 1001 ആദ്യമായിട്ട് ഇദ്ദേഹം ഇന്ത്യയുടെ പ്രദേശങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പീരീഡിൽ മൊത്തത്തിൽ 17 തവണ ഇന്ത്യ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 16ാമത് നടക്കുന്ന അറ്റാക്കാണ്. ആദ്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് 1001, ഏറ്റവും അവസാനമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് 1027. 17 തവണ അറ്റാക്ക് ചെയ്തു. 3 ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. മഹ്മൂദ് ഓഫ് ഗസ്നവി, ഇദ്ദേഹം തുർക്കിയല്ല, തുർക്കമെനിസ്ഥാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത്, പ്രധാനമായിട്ടും പറയുന്നത് ഇവിടെ ലൂട്ടിന് വേണ്ടിയിട്ടാണ്. അതായത് ഇന്ത്യയുടെ ഈ ഭാഗം അന്നേരം വലിയ രീതിയിൽ റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടുന്ന് സ്വാഭാവികമായിട്ടും ലൂട്ട് ചെയ്യാൻ, ഇവിടുത്തെ സ്വർണവും മറ്റ് സമ്പത്തും കൊള്ളയെടുക്കാനാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. മറ്റൊന്ന് പറയുന്നത് വെച്ചാൽ ഈ മഹ്മൂദിൻ്റെ അച്ഛൻ നമ്മുടെ ഈ ഒരു പ്രദേശത്തെ ജയ്ബാലിയുമായിട്ട് നിരന്തരം ഫൈറ്റ് നടന്നിരുന്നു.
അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ബിട്രേ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികാരം കൂടിയായിട്ടാണ് ഈ ജയപാലയെ അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മഹ്മൂദിൻ്റെ ആദ്യത്തെ അറ്റാക്ക് 1001 AD ജയപാല വേഴ്സസ് മഹ്മൂദ് ഓഫ് ഗസനി. ഈ ഫൈറ്റിൻ്റെ പേരാണ് ബാറ്റിൽ ഓഫ് പെഷാവാർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഈ മഹ്മൂദ് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവിടെ പൊളിറ്റിക്കൽ റൂള് കൊണ്ടുവരാനോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും മുസ്ലിം ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാനോ അല്ല, മെയിനായിട്ട് ലൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ 17 തവണ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 16ാമത്തെ തവണ അറ്റാക്ക് ചെയ്യുന്നത്. അത് 1025 AD അപ്പോൾ ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ പത്മനാഭസ്വാമിയൊക്കെ പോലെ വലിയ രീതിയിൽ വെൽത്ത് ഉണ്ടായിരുന്ന ഒരു അമ്പലമാണ് ഗുജറാത്തിലെ സോമനാഥ ടെമ്പിൾ. ഈ സോമനാഥ ടെമ്പിൾ അറ്റാക്ക് ചെയ്യുകയും അവിടുത്തെ സമ്പത്ത് മുഴുവൻ കൊണ്ടുപോവുകയും ചെയ്തു 1025 AD. പിന്നെ അതിന് 2 വർഷത്തിന് ശേഷം 1027 ഏറ്റവും അവസാനത്തെ അറ്റാക്ക്, 17th അറ്റാക്ക്. ഇത് ഇദ്ദേഹത്തിൻ്റെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പം ഈ വഴിയിലെവിടെയോ ജാഡ്സ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് വീണ്ടും മോഷണം നടത്തുന്നത്. അപ്പോൾ അതിനുള്ളൊരു പ്രതികാരം പോലെയൊക്കെയാണ് ഈ ലാസ്റ്റത്തെ അറ്റാക്ക്. ഇതാണ് ഗസ്നവിൻ്റെ 17 അറ്റാക്കുകൾ. ഇമ്പോർട്ടൻ്റ് 16ാമത്തെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ അറ്റാക്ക്. ഈ ആദ്യത്തെ ജയപാലിയുമായിട്ടുള്ള ബാറ്റിലിൻ്റെ പേരാണ് പെഷാവാർ, വർഷം 1001. പിന്നെ അതിനുശേഷം 3 വർഷത്തിന് ശേഷം 1030 അദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പോൾ ഈ ഗസ്നവിയുടെ കോർട്ടിലുണ്ടായ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 റൈറ്റേഴ്സാണ് ഫിർദൗസിയും അൽബറൂണിയും. ഇവർ രണ്ടുപേരും എഴുതിയ 2 പുസ്തകങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫിർദൗസിയുടെ ഷാനാമ, അൽബറൂണിയുടെ തഹിക് ഇ ഹിന്ദ്. 2 പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ഫിർദൗസി അതുപോലെ അൽബറൂണി. ഫിർദൗസിയുടെ ഷാനാമ, അൽബറൂണിയുടെ തഹിക് ഇ ഹിന്ദി. ഇത് 11th സെഞ്ച്വറിയിലെ വേൾഡ് മാപ്പാണ്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ ഒരു ഭാഗം ഇതാണ് ഈ ഗസ്നവിയുടെ എംപയർ എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ മുഴുവനായിട്ട് 8th സെഞ്ച്വറിയിൽ പറഞ്ഞത്, ഇത് ഇപ്പം കാണിക്കുന്നത് 8th സെഞ്ച്വറിയിലെ മാപ്പാണ്. ഇത് അറബ് എംപയറാണ്, ഉമയ്യദ് ഖലീഫേറ്റിൻ്റെ കീഴിലുള്ള. അപ്പോൾ ഇവിടുന്ന് 8th സെഞ്ച്വറിയിൽ നിന്ന് 11th സെഞ്ച്വറിയിൽ എത്തുമ്പോഴേക്ക് നമ്മുടെ ഈ ഒരു ഏരിയയെല്ലാം വലിയ മാറ്റങ്ങൾ വന്നു. ഇവിടെ ഗസ്നവിയുടെ എംപയറായി. അപ്പോൾ ഈ ഗസ്നവിയുടെ എംപയറിലെ റൂളറാണ് മഹ്മൂദാണ് ഇവിടെ ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത് 17 തവണ. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെയുള്ള ഷാഹി റൂളേഴ്സുമായിട്ട് ഗസ്നി യുദ്ധം നടത്തുന്നുണ്ട്. അതാണ് ബാറ്റിൽ ഓഫ് വൈഹിന്ദ്. അപ്പോൾ ഇവർ തുർക്കിഷ് ഒറിജിനാണ്. അതുപോലെ തന്നെ ഇവരുടെ കോർട്ട് ലാംഗ്വേജ് എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയാണ്. ഇവർ കോർട്ട് ലാംഗ്വേജായിട്ട് യൂസ് ചെയ്യുന്നത് പേർഷ്യൻ ലാംഗ്വേജാണ്. അടുത്തതായിട്ട് സെക്കൻഡ് തുർക്ക് ഇൻവേഷൻ അഥവാ മൂന്നാമത്തെ മുസ്ലിം ഇൻവേഷൻ. ആദ്യം പറഞ്ഞത് മുഹമ്മദ് ബിൻ കാസിം. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം 11ാം നൂറ്റാണ്ടാകുമ്പോഴേക്ക്, അതായത് ആദ്യത്തത് 712 കാസിമിൻ്റെത് 712 8th സെഞ്ച്വറി. പിന്നെ വരുന്ന മുഹമ്മദ് ഓഫ് ഗസനി വരുന്നത് 1001. അപ്പോൾ ഇതിനിടയിലുള്ള പീരീഡിൽ നടന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 8th സെഞ്ച്വറി 9th സെഞ്ച്വറിയിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഗുർജര പ്രതിഹാരാസ്, ചോളാസും അതുപോലെ തന്നെയുള്ള സംഘം പീരീഡിലുണ്ടായിരുന്ന സൗത്ത് ഇന്ത്യൻ ഡൈനാസ്റ്റികൾ തിരിച്ചു വരുന്നത്. ഇപ്പോൾ നോർത്തിൽ ശക്തമായ ഡൈനാസ്റ്റികൾ വരുന്നു, രജപൂത്സ് വരുന്നു. അപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ടുള്ള ഒരു പീരീഡായിരുന്നു അതിന് ശേഷം വരുന്നത് ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരുപാട് ഫോറിൻ ഇൻവേഷൻ ഈ സമയത്ത് നടക്കാതിരുന്നു. പിന്നീട് 1001 ആകുമ്പോഴേക്ക് ഗസ്നവിയുടെ എംപയറിലെ മുഹമ്മദ് ഓഫ് ഗസനി നിരന്തരം അറ്റാക്ക് ചെയ്തു. പിന്നെ അതിന് ശേഷം വരുന്ന ഒരു പീരീഡ് 1027 വരെ അവസാനമായിട്ട് അറ്റാക്ക് നടന്നു ഗസ്നവിൻ്റെ. പിന്നെ വരുന്നതാണ് സെക്കൻഡ് തുർക്ക് ഇൻവേഷനാണ് മുഹമ്മദ് ഗോരി. മറ്റേത് മഹ്മൂദ് ഓഫ് ഗസനിയാണ്, ഇത് മുഹമ്മദ് ഗോരി. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് മുയ്സുദ്ദീൻ മുഹമ്മദ് അഥവാ മുയ്സ് അൽ ദീൻ മുഹമ്മദ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അറ്റാക്ക് പറയുന്നത് നമ്മുടെ ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ആ ഒരു ഏരിയയിലെ മുൾട്ടാൻ പ്രവിശ്യയിലാണ് 1175 ആദ്യത്തെ അറ്റാക്ക് വരുന്നത്. പിന്നെ അതിന് ശേഷം ഗുജറാത്ത് ഭാഗത്ത്. അപ്പോൾ പിന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട അറ്റാക്ക് എന്ന് പറയുന്നത് ഈ ഗുജറാത്തിൽ വെച്ചിട്ട് ഇവിടെ
നൈക്കി ദേവി. ഈ ഭീമ 2-ൻ്റെ അമ്മയാണ് നൈക്കി ദേവി. അപ്പോൾ മുഹമ്മദ് ഘോരിയുടെ ആദ്യത്തെ അറ്റാക്കുകളിലൊന്നും തന്നെ അദ്ദേഹം ഡിഫീറ്റ് ചെയ്യപ്പെടുകയാണ് ഈ ഗുജറാത്തിലെ നൈക്കി ദേവിയുമായിട്ട്. അപ്പോൾ ഇവരുടെ അമ്മയാണ് നൈക്കി ദേവി. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നൈക്കി ദേവിയായിട്ട് അറ്റാക്ക് ചെയ്ത തുർക്ക് ഇൻവേഡർ ആരാണ് എന്നുള്ളത് അത് മുഹമ്മദ് ഘോരിയാണ്. വർഷം 1178. പിന്നീടാണ് പ്രധാനപ്പെട്ട 2 ബാറ്റിൽസ് വരുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ ഡൽഹി ഭരിക്കുന്നത് പൃഥ്വിരാജ് 3 ആണ്, അഥവാ പൃഥ്വിരാജ് ചൗഹാൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് പൃഥ്വിരാജ് ചൗഹാൻ, നമ്പർ പൃഥ്വിരാജ് 3. മുഹമ്മദ് ഘോരിയും പൃഥ്വിരാജും തമ്മിലുള്ള ബാറ്റിലാണ് ഈ തരൈൻ എന്ന് പറയുന്ന സ്ഥലം, താനേശ്വർ തരൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടക്കുക. അതൊരു പ്ലെയിൻ ഏരിയ ആണ്. അപ്പോൾ യുദ്ധം ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് തരൈൻ എന്ന് പറയുന്നത്. പിന്നീടും അവിടെ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ 1191 AD. ഇതിൽ പൃഥ്വിരാജാണ് വിജയിക്കുന്നത്. ഘോരി അറ്റാക്ക് ചെയ്യുമെങ്കിലും പൃഥ്വിരാജ് വിജയിക്കുന്നു. പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ഘോരി വീണ്ടും തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വരുന്നു 1192. അവിടെ ഘോരിയാണ് വിജയിക്കുന്നത്. സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈൻ. അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ 2 ഇസ്ലാമിക് ഇൻവേഷനും ഘോരിയുടെ ഇൻവേഷനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ മുഹമ്മദ് ബിൻ കാസിം വരുന്നത് ഒറ്റൊരു തവണ അറ്റാക്ക് ചെയ്യുന്നേ ഉള്ളൂ. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മുടെ ആ പാകിസ്ഥാൻ്റെ സിന്ധ് പ്രവിശ്യയിലേക്ക് അവിടെ ഉണ്ടായിരുന്ന രാജാ ദാഹിറിനെ കൊലപ്പെടുത്തുന്നു. അപ്പോൾ അതിന് ശേഷം ആ സിന്ധ് ഭാഗം മാത്രമേ അവർ പിടിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗത്തേക്കൊന്നും ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിക് ഇൻഫ്ലുവൻസിന് വേണ്ടി ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇവിടെ വേറൊരു പോയിന്റും കൂടിയില്ല. ഈ രാജാ ദാഹിർ എന്ന് പറഞ്ഞാൽ ഈ സിന്ധ് ഭാഗത്തെ അവസാനത്തെ ഹിന്ദു റൂളറും കൂടിയാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇന്ന് വരെയുള്ളത് അവിടെ മുഴുവൻ ഇസ്ലാമിക് ഭരണമാണ് നടക്കുന്നത്, ആ ഒരു പാകിസ്ഥാൻ്റെ സിന്ധ് ഭാഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജാ ദാഹിർ എന്ന് പറയുന്നത് സിന്ധിലെ അവസാനത്തെ ഹിന്ദു റൂളറും കൂടിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു. പിന്നെ രണ്ടാമത് വന്ന ആൾ 17 തവണ അറ്റാക്ക് ചെയ്തു. പക്ഷേങ്കിൽ ഓരോരോ തവണ അറ്റാക്ക് ചെയ്യുമ്പോൾ ലൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അവിടെ റൂളിന് വേണ്ടി ശ്രമിക്കുന്നില്ല. അപ്പോൾ പക്ഷേങ്കിൽ മുഹമ്മദ് ഘോരി വരുന്നത് അറ്റാക്ക് ചെയ്തിട്ട് പോകാനല്ല, ഇവിടെ ഭരണം പിടിക്കുന്ന വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഇസ്ലാമിക ഭരണത്തിൻ്റെ ഒരു ബേസ് ആദ്യമായിട്ട് സെറ്റ് ചെയ്യുന്നത് മുഹമ്മദ് ഘോരിയാണ്. പിന്നീട് ഈ 2 തറൈൻ യുദ്ധങ്ങൾ നടക്കുന്നു. അതിൽ ആദ്യത്തേൽ പൃഥ്വിരാജ് ജയിക്കുന്നു, രണ്ടാമത്തേൽ പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിക്കുന്നു. പിന്നീട് നടക്കുന്ന ഒരു യുദ്ധം ഇപ്പോൾ ഡൽഹിയിലാണ് പൃഥ്വിരാജ് ഉള്ളത്. അതിനുശേഷം നമ്മളെ പണ്ടത്തെ ട്രൈപാർട്ടൈറ്റ്സ് നടന്ന കനോജിൽ ഭരിക്കുന്നത് ജയചന്ദാണ് അവിടെ കനോജ് ഭാഗത്ത് ഭരിക്കുന്നത്. അദ്ദേഹവുമായിട്ട് 2 വർഷത്തിന് ശേഷം 1191 തറൈൻ ഒന്നാമത്തത്, രണ്ടാമത്തത് 92, പിന്നെ 2 വർഷം കഴിഞ്ഞ് 1194 നടക്കുന്ന ഘോരി വേഴ്സസ് ജയചന്ദ് ഫൈറ്റ്. ആ ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് ചന്ദേവർ. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം പറയുന്നത്, ഈ പൃഥ്വിരാജ് ചൗഹാനും അതായത് പൃഥ്വിരാജ് 3യും ഈ ജയചന്ദും തമ്മിൽ ഒരു എനിമിറ്റി ഇവിടെ നടക്കുന്നുണ്ട്. ഒരു കഥ പോലെ ഈ ജയചന്ദിൻ്റെ മകളുണ്ട് സന്യോഗിത എന്ന് പറഞ്ഞിട്ട്. ജയചന്ദിൻ്റെ മകള് സന്യോഗിത. ഈ സന്യോഗിതയും ഈ പൃഥ്വിരാജ് 3യും ഇഷ്ടത്തിലായിരുന്നെന്നും ഇവർ പിന്നെ ഒളിച്ചോടിപ്പോയി എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ദേഷ്യം കാരണം ജയചന്ദാണ് ഈ മുഹമ്മദ് ഘോരിയെ വിളിച്ചു വരുത്തിയത് പൃഥ്വിരാജിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ അത് ഇവരുടെ ഈ തുർക്ക് ഏതെങ്കിലും പേർഷ്യൻ പുസ്തകങ്ങളിലൊന്നുമില്ല. പക്ഷേ ആ തെളിവ് മെൻഷൻ ചെയ്യുന്നത് ഇത് കുറേ കാലത്തിന് ശേഷം പൃഥ്വിരാജ് രാസോ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിലാണ് ഈ ചന്ദ്ര ബർദായി എഴുതിയ പൃഥ്വിരാജ് രാസോയിലാണ് ഈ എനിമിറ്റിയെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ജയചന്ദാണ് പൃഥ്വിരാജ് ഘോരിയെ വിളിക്കുന്നത് എന്നുള്ള ഒരു മിത്തും കൂടി ഉള്ളത്. അപ്പോൾ 3 പ്രധാനപ്പെട്ട ബാറ്റിൽസ്: ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ 1191, സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈൻ 1192, രണ്ടും ഘോരി വേഴ്സസ് പൃഥ്വിരാജ്. രണ്ടാമത് നടക്കുന്നതാണ് ജയചന്ദുമായിട്ടുള്ള ഫൈറ്റ്, മുഹമ്മദ് ഘോരി വേഴ്സസ് ജയചന്ദ്, ബാറ്റിൽ ഓഫ് ചന്ദേവർ 1194, 2 വർഷത്തിന് ശേഷം. അപ്പോൾ ഇവിടെ അടുത്തൊരു കാര്യം പറയുന്നത് വെച്ചാൽ, ഈ
മുഹമ്മദ് ഗോരി ഇവിടെ ഇന്ത്യയുടെ ഈ ഭാഗങ്ങൾ ഡൽഹിയൊക്കെ അറ്റാക്ക് ചെയ്ത ശേഷം തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ ഭാഗത്ത് റൂള് നടത്തുന്നത്. അപ്പോൾ നേരിട്ടല്ല, അപ്പോൾ അദ്ദേഹം തിരിച്ചു പോവും. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ അദ്ദേഹത്തിൻ്റെ സ്ലേവ്സാണ്, അടിമകളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഡൽഹി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സഹായിച്ച കമാൻഡർ എന്ന് പറയുന്നത് കുത്തബുദ്ദീൻ ഐബക്കാണ്. അപ്പോൾ അവിടുത്തെ ഭരണം കുത്തബുദ്ദീൻ ഐബക്കിന് തൽക്കാലത്തേക്ക് കൊടുക്കുന്നു. അദ്ദേഹം തിരിച്ചു മടങ്ങുകയാണ്. അതുപോലെ തന്നെയുള്ള മറ്റ് സ്ലേവ്സുകളാണ് യാൽദൂസ്, ക്വാബ്ച, ബക്തിയാർ ഖിൽജി എന്ന് പറയുന്ന ആളുകൾ. ഇദ്ദേഹത്തിൻ്റെ മുഹമ്മദ് ഗോരിയുടെ സ്ലേവ്സാണ്. അപ്പോൾ ഇയാൾ ഇമ്പോർട്ടൻ്റ് പിന്നെ വരുന്നത് ഈ ബക്തിയാർ ഖിൽജിയാണ്. പിന്നീട് നളന്ദ യൂണിവേഴ്സിറ്റി തീവെച്ച് നശിപ്പിക്കുന്നത്. അത് മുഹമ്മദ് ഗോരിയുടെ ഒരു സ്ലേവാണ്, അഥവാ കമാൻഡറാണ്. അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ 1206 ഈ മുഹമ്മദ് ഗോരി മരണപ്പെടുകയാണ്. അപ്പോൾ ഇദ്ദേഹം മരിച്ച ശേഷം ഇദ്ദേഹത്തിൻ്റെ ഡൈനാസ്റ്റി, ഈ ഗുരിദ് എംപയർ മുഴുവനായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ലേവ്സുകൾ ഇടയിൽ സ്പ്ലിറ്റായി പോവുകയാണ്. ഇതാണ് വേൾഡ് മാപ്പ് 3rd സെഞ്ച്വറിയിലേത്. 13th സെഞ്ച്വറിയിലെ തുടക്കത്തിലുള്ള വേൾഡ് മാപ്പാണിത്. ഈ കാണിക്കുന്നതാണ് ഗുരിദ് സുൽത്താനേറ്റ്. അപ്പോൾ മുഹമ്മദ് ഗോരിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്ലേവ്സ് ഈ ഒരു ഭാഗങ്ങളെല്ലാം സ്പ്ലിറ്റായി പോവുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട 3 ഇൻവേഷൻസ്, അതാണ് ഡൽഹി സുൽത്താനേറ്റിന് മുന്നേയുള്ള പ്രധാനപ്പെട്ട ഇൻവേഷൻസ്. ആദ്യം പറഞ്ഞതാണ് ഉമയ്യദ് ഖലീഫേറ്റിന് വേണ്ടിയിട്ട് മുഹമ്മദ് ബിൻ കാസിം നടത്തിയ ഇൻവേഷൻ. അതിനുശേഷം 11th സെഞ്ച്വറിയിൽ 1001 മുതൽ 1025 വരെ മഹ്മൂദ് ഓഫ് ഗസ്നി നടത്തിയ അറ്റാക്കുകൾ. അതിലെ 16ാമത്തെ 1025 ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ അറ്റാക്ക്. പിന്നെയാണ് ഇപ്പോൾ അവസാനം പറഞ്ഞ ഗുരിദ് എംപയർ. ഗുരിദ് എംപയറിലെ മുഹമ്മദ് ഗോരി നടത്തിയ 3 പ്രധാനപ്പെട്ട ബാറ്റിലുകൾ, 2 തറൈൻ യുദ്ധങ്ങളും പിന്നെ ഒരു ബാറ്റിൽ ഓഫ് ചന്ദേവറും 1194. അത് ഗഹഡ്വാലയിലെ കിങ്ങായിരുന്ന രാജാ ജയ്ചന്ദുവായിട്ട് നടത്തിയ ബാറ്റിൽ. അപ്പം അങ്ങനെ പ്രധാനപ്പെട്ട. അതിനുശേഷം 1206 വെച്ചിൽ ഗോരി മരണപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്ലേവ്സുകൾ തമ്മിൽ അദ്ദേഹത്തിൻ്റെ കിങ്ഡം ഷെയർ ചെയ്യാൻ. അപ്പോൾ ഇസ്ലാമിക് ഇൻവേഷന് ഗോരിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്ലേവ് ആയിരുന്ന കുത്തബുദ്ദീൻ ഐബക്കാണ് ഇവിടുന്ന് മുതലാണ്. ഐബക്ക് മുതലുള്ള ഭരണത്തിനെയാണ് ഈ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്, ഡൽഹി സുൽത്താൻമാർ. അതാണ് അടുത്ത ടോപ്പിക്ക്, ഡൽഹി സുൽത്താനേറ്റ്. അപ്പോൾ ആദ്യത്തെ ഒരു 80 വർഷത്തിനടുപ്പിച്ച് ഭരണം നടത്തുന്ന ഡൈനാസ്റ്റി, അതായത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കീഴിൽ നടത്തുന്ന ഒരുപാട് ഡൈനാസ്റ്റികൾ ഡൽഹി ക്യാപിറ്റൽ ആയിക്കൊണ്ട് ഭരണം നടത്തി. അതിനാണ് മൊത്തത്തിൽ ഡൽഹി സുൽത്താനേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട 5 ഡൈനാസ്റ്റികളാണ്. ആദ്യത്തെ സ്ലേവ്, രണ്ടാമത്തത് ഖിൽജി, മൂന്നാമത്തത് തുഗ്ലക്ക്, പിന്നെ സെയ്ദ് ലോധി. അപ്പോൾ ഇതിൽ സ്ലേവ് ഡൈനാസ്റ്റി സ്ഥാപിക്കുന്ന ആളാണ് മുഹമ്മദ് ഗോരിയുടെ സ്ലേവായ ഈ കാണിക്കുന്ന കുത്തബുദ്ദീൻ ഐബക്ക്. കമാൻഡർ ഓഫ് ഗോരി, ഹെൽപ്ഡ് ഇൻ ബാറ്റിൽ ഓഫ് തറൈൻ അഗെയിൻസ്റ്റ് പൃഥ്വിരാജ് III. അപ്പോൾ ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1206. ഇനി ആദ്യം തന്നെ സ്ലേവ് ഡൈനാസ്റ്റി ഓരോന്നിനെ പറ്റിയിട്ട് നോക്കാം. ഇതിനുള്ള ഒരു കോഡ് എന്ന് പറയുന്നത് സക്ത് സാലോ SKTSALO. സ്ലേവ്, ഖിൽജി, തുഗ്ലക്ക്, സെയ്ദ്, ലോധി. ആദ്യത്തത് സ്ലേവ് ഡൈനാസ്റ്റി, സ്ഥാപകൻ കുത്തബുദ്ദീൻ ഐബക്ക് 1206. അപ്പോൾ ഈ സ്ലേവ് ഡൈനാസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് മാമലുക്ക് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ വരുന്നത് ഇൽബാരി ട്രൈബിലാണ്. ഇൽബാരി ട്രൈബിൽപ്പെടുന്ന ആളുകളാണ് ഈ കുത്തബുദ്ദീൻ ഐബക്കൊക്കെ. ഹി റൂൾഡ് ലാഹോർ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ഡൽഹി സുൽത്താനേറ്റ് ആണെങ്കിൽ പോലും ആദ്യത്തെ കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലാഹോറാണ്. അപ്പോൾ ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി എല്ലാവരും പേര് ഡൽഹി സുൽത്താനേറ്റ് ആണെങ്കിലും ആദ്യത്തെ റൂളറായ കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ സമയത്തെ ക്യാപിറ്റൽ ലാഹോറാണ്. ഹി വാസ് ഗിവൺ ദ ടൈറ്റിൽ ലാക്ക് ബക്ഷ്, അതായത് ദാനം, ലക്ഷങ്ങൾ ദാനം ചെയ്യുന്ന ആൾ എന്നാണ് കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ ടൈറ്റിൽ. പിന്നെ
അദ്ദേഹം ഭരണത്തിൽ വന്നു 1206. 4 വർഷത്തിന് ശേഷം പോളോ, അതായത് കുതിരയുടെ മേലെ കയറി ഒരു വലിയ മറ്റേ നമ്മൾ ഹോക്കി കളിക്കുന്ന പോലെ കളിക്കുന്ന ഒരു കളി, കുതിരേൻ്റെ മേലെ കയറിയിട്ട്, അതാണ് പോളോ കളി. ഈ പോളോ കളിയിൽ കുതിരയുടെ മേലെ നിന്ന് താഴെ വീണ് മരിച്ചിട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത് 1210. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട മോസ്ക് ഇദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. ഒന്ന് കൂവത്തുൽ ഇസ്ലാം, അഡായി ദിൻക ചോപ്ര. അതായത് ഒന്ന് നമ്മൾ ഡൽഹിയിൽ കുത്തബ് മിനാറിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു മോസ്ക്, ഇതാണ് കൂവത്തുൽ ഇസ്ലാം. കുത്തബ് മിനാറിൻ്റെ സൈഡിൽ, ഡൽഹിയിൽ കുത്തബ് മിനാറിൻ്റെ സൈഡിലുള്ള കൂവത്തുൽ ഇസ്ലാം. അതുപോലെ തന്നെ അജ്മീറിൽ, രാജസ്ഥാനിലെ അജ്മീറിൽ അഡായി ദിൻക ചോപ്ര. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇത് മെയ്ഡ് ഓഫ് കോർബെൽറ്റ് ടെക്നിക്ക് എന്നാണ്. അതായത് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് കല്ലുകൾ വെച്ചിട്ട് ഈ മേലെ ഈ ഒരു ആർക്ക് ഷേപ്പിൽ പണിയുന്ന ഈ ടെക്നിക്കിന് പറയുന്ന പേരാണ്, ഇത് ഒരു ഇസ്ലാം ആർക്കിടെക്ചർ സ്റ്റൈലാണ് ഈ കോർബെൽറ്റ് ടെക്നിക്ക്. കൂവത്തുൽ ഇസ്ലാം അതുപോലെ തന്നെ ആ ടെക്നിക്ക് പ്രകാരം തന്നെ പണിതതാണ്. അപ്പോൾ ഇത് രണ്ടും ക്വസ്റ്റ്യനാണ്. കൂവത്തുൽ ഇസ്ലാം ആരുടെ കാലഘട്ടത്തിലാണ് പണിതത്? അപ്പോൾ കുത്തബുദ്ദീൻ ഐബക്ക്. പിന്നെ അടുത്ത് ഈ കാണിക്കുന്നതാണ് അജ്മീറിലെ അഡായി ദിൻക ചോപ്ര. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ നിലവിൽ ഒരു ജെയിൻ മൊണാസ്ട്രി ആ സമയത്ത് ഉണ്ടായിരുന്നു, അതിന് മുന്നിലാണ് ഈ മോസ്ക് പണിതതെന്നാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലെ കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിക്കുന്നത്, പൂർത്തിയാക്കുന്നതല്ല, ആരംഭിക്കുന്നത് ഈ കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ സമയത്താണ്. അപ്പോൾ ഇവിടുന്ന് വേറെ ഒരു ഡൗട്ട് വരുന്നത്, ഈ പേര് എങ്ങനെ വന്നു എന്നില്ല. കുത്തബ് മിനാറിന് കുത്തബ് എന്നുള്ള പേര് കിട്ടിയത് കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ പേരിലല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഗുരു അല്ലെങ്കിൽ ഒരു സൂഫി സന്യാസി ആയിരുന്ന ഖ്വാജ കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി, ഇദ്ദേഹത്തിൻ്റെ ഹോണർ, ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ കുത്തബുദ്ദീൻ ബക്തിയാർ കാൽക്കി എന്ന് പറയുന്ന സൂഫി സെയിൻ്റെ പേരിലാണ് ഈ കുത്തബ് മിനാർ പണിയുന്നത്. അതായത് കുറേ കഴിഞ്ഞ് ഈ കുത്തബ് മിനാർ പണിത് തുടങ്ങിയത് കുത്തബുദ്ദീൻ ഐബക്കാണെന്ന് ഓർമ്മയുണ്ടാവും. പക്ഷേങ്കിൽ അന്നേരം കുറേ കഴിയുമ്പം എനിക്ക് കൺഫ്യൂഷൻ ആയത് ഇയാളെ സ്വന്തം പേരിൽ പണിതതെന്നാണ് കുറേ കാലം ഞാൻ വിചാരിച്ചത്. അപ്പോൾ കുത്തബുദ്ദീൻ ഐബക്കല്ല, പകരം ഇദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടിരുന്ന കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത്. ഇനി കുത്തബ് മിനാറിനെ പറ്റിയിട്ട്, കുത്തബ് മിനാർ 73 മീറ്ററാണ് അതിൻ്റെ നീളം, 5 നിലകളായിട്ടാണ് പണിതത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം ചെയ്തത് മാത്രമാണ് കുത്തബുദ്ദീൻ ഐബക്ക്. അതിന് ശേഷം വരുന്ന റൂളേഴ്സാണ് അതിന് ബാക്കി ചെയ്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന റൂളേഴ്സാണ് കുത്തബുദ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, അതുപോലെ ഫിറോസ് ഷാ തുഗ്ലക്ക്. ഇവർ 3 പേരുമാണ് ഇതുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട ആളുകൾ. ഇതിൽ 5ാമത്തെ നില അത് പണിതത് ഈ ഫിറോസ് ഷാ തുഗ്ലക്കാണ്. പിന്നെ അടുത്തൊരു പോയിന്റ് ഇവിടെ പറയുന്നത് ഐബക്കിനെ പറ്റിയിട്ടാണ്. ഹി പാട്രണൈസ്ഡ് റൈറ്റേഴ്സ് ലൈക്ക് ഹസൻ ഉൻ നസാമി, അതുപോലെ ഫക്രുദ്ദീൻ. അപ്പോൾ ഈ പാട്രണൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോർട്ടിൽ, അതുപോലെ തന്നെ അവരുടെ കോർട്ടിലൊക്കെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട 2 റൈറ്റേഴ്സ്, അവരുടെ പുസ്തകങ്ങൾ തജുൽ മസീറും താരിഖ് ഇ മുബാറക് ഷാഹി. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫക്രുദ്ദീൻ, താരിഖ് ഇ മുബാറക് ഷാഹി, അതുപോലെ ഹസൻ ഉൻ നസാമി, താജുൽ മസീർ. കുത്തബ് മിനാർ 5 നിലകളിലാണെന്ന് പറഞ്ഞു. നീളം കറക്റ്റ് 72.5 മീറ്ററാണ്, അഥവാ 73 മീറ്റർ. ഇതാണ് കുത്തബ് മിനാർ. ഈ മുകളിലത്തെ 2 നില പിന്നീട് പണിതതാണ്. അതെന്തോ ഇടിമിന്നലാറ്റേറ്റ് പൊളിഞ്ഞതായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഭരണം വരുന്നത് സ്ലേവ് ഡൈനാസ്റ്റിയിലെ അടുത്ത റൂളറായിട്ട് വരുന്നത് കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ മരുമകനായിട്ടുള്ള ഷംസുദ്ദീൻ ഇൽത്തുമിഷാണ്. 2 ഈ അവസാനത്തെ 1 നിലയാണ് പിന്നീട് പണിതത്. ഇത് കുത്തബുദ്ദീൻ ഐബക്ക് പണിതു. പിന്നെയുള്ള ഈ 3 ഇൽത്തുമിഷ് പണിതു. പിന്നെയാണ് അവസാനത്തെ ഫിറോസ് ഷാ തുഗ്ലക്ക് പണിതത്. അപ്പോൾ അടുത്ത 2ാമത്തെ റൂളർ ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. അപ്പോൾ ഇൽത്തുമിഷിൻ്റെ കാലം വരുമ്പോഴേക്ക് സ്ലേവ് ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുകയാണ്. ഹി മെയ്ഡ് ഡൽഹി ദ ക്യാപിറ്റൽ ഇൻ പ്ലേസ് ഓഫ് ലാഹോർ. വർഷം 1211. അപ്പോൾ ശരിക്ക് ആരംഷി ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ മകൻ, ഐബക്കിൻ്റെ മകൻ ആരംഷി ആയിരുന്നു. പക്ഷേങ്കിൽ അദ്ദേഹത്തിനെ കൊന്നുകൊണ്ടാണ് ഈ ഷംസുദ്ദീൻ ഇൽത്തുമിഷ് അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇൽത്തുമിഷിൻ്റെ ടൈം പീരീഡിലാണ് ചെങ്കിസ് ഖാൻ ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത്. ഇന്ത്യ
അറ്റാക്ക് ചെയ്യുന്നില്ല. ഹി സേവ്ഡ് ഡൽഹി സുൽത്താനേറ്റ് ഫ്രം ദ റാത്ത് ഓഫ് ചെങ്കിസ് ഖാൻ. അപ്പോൾ ചെങ്കിസ് ഖാൻ്റെ സമയത്ത് ഇന്ത്യ ഭരിക്കുന്നത് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഈ ചെങ്കിസ് ഖാൻ അറ്റാക്ക് ചെയ്ത ഖ്വാർസ്മിയാൻ എംപയർ എന്ന് പറയുന്നതെല്ലാം. അപ്പോൾ 1221 ചെങ്കിസ് ഖാൻ ഇന്ത്യയുടെ ആ ഭാഗത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ വന്നത്. പക്ഷെങ്കിൽ ഒരു ഫുൾ സ്കെയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇൽത്തുമിഷിൻ്റെ വസീർ ആയിരുന്നു, അതായത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു നിസാമുൽ മുൽക്ക് എന്നുള്ളത്. നിസാമുൽ മുൽക്ക് ആരുടെ വസീറായിരുന്നു? ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. പിന്നെ ഇൽത്തുമിഷിൻ്റെ സമയത്ത് നടന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 2 കോയിൻസ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സിൽവർ കോയിനും അതുപോലെ ഒരു കോപ്പറിൻ്റെ കോയിനും. ഈ സിൽവറിൻ്റെ കോയിനാണ് തങ്ക, കോപ്പറിൻ്റെ കോയിനാണ് ജിത്തൽ. അതായത് ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കുറേ തവണ വന്നതാണ്. ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 പ്രധാനപ്പെട്ട കോയിൻ സിൽവറും കോപ്പറും. സിൽവറാണ് തങ്ക, അതുപോലെ കോപ്പറാണ് ജിത്തൽ. അപ്പോൾ ഞാൻ ആദ്യം തങ്ക എന്ന് വിചാരിച്ച സ്വർണ്ണം എന്നാണ്. പക്ഷെ ഇവിടെ തങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ കോയിനാണ്, ജിത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ കോയിനും. പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഹി ഓർഗനൈസ്ഡ് ദ ഇക്ത സിസ്റ്റം. അതുപോലെ തന്നെ ഹി സെറ്റപ്പ് ഒഫീഷ്യൽ നോബിലിറ്റി ഓഫ് സ്ലേവ്സ് നോൺ ആസ് ചഹൽഗാനി അഥവാ ചാലിസ. ഈ 40 എന്നുള്ളതിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് ചാലിസ് എന്നുള്ളത്, ചാലിസ്. അപ്പോൾ ഈ ചാലിസ എന്ന് പറയുന്നത് ആ സമയത്തെ ഈ ഇസ്ലാം ധർമ്മത്തിലുള്ള നോബിൾസായ ആളുകൾ, ഒരു സന്യാസി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള നോബിൾസ്. അപ്പോൾ അവരെ 40 പേരുടെ ഒരു കൂട്ടം, ആ ഗ്രൂപ്പ് ഓഫ് 14 വിളിക്കുന്ന പേരാണ് ചാലിസ. അപ്പോൾ ഈ ആളുകൾക്ക് ഇദ്ദേഹം സ്ഥലം ശമ്പളത്തിന് പൈസയെ കൊടുക്കുന്നതിന് പകരം പീസ് ഓഫ് ലാൻഡ് ഓഫർ ചെയ്യുന്നുണ്ട്, ഓരോരാൾക്കും കൊടുക്കും. എന്നിട്ട് അവിടുത്തെ ടാക്സ് പിരിക്കാനുള്ള അവകാശമൊക്കെ അവർക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് പറയുന്ന ആ സിസ്റ്റം, അങ്ങനെ സ്ഥലം ദാനം കൊടുക്കുന്ന സംഭവത്തിന് പറയുന്ന പേരാണ് ഇക്ത സിസ്റ്റം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹം ഓർഗനൈസ് ചെയ്ത പ്രധാനപ്പെട്ട ഇത്. ഇനി വരുന്ന സമയത്തൊക്കെ ഇവരുടെ അഡ്മിനിസ്ട്രേഷനിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയ പങ്ക് വഹിക്കുന്ന ആളുകളാണ് ഈ 40 നോബിൾസ്. ഇത് സെറ്റപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ 2 കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നു. ഇത് ഇൽത്തുമിഷിൻ്റെ കാലത്താണ്. അപ്പോൾ അങ്ങനെ ഈ ഇക്ത സിസ്റ്റം കയ്യിലുള്ള ആളുകളെ വിളിക്കുന്ന പേര്, അതായത് ഈ മിലിറ്ററി കമാൻഡർമാർക്ക് സ്ഥലം കൊടുക്കുമ്പോൾ അവർക്ക് വിളിക്കുന്ന പേരാണ് ഇക്താദാർ അഥവാ മുക്തി. മുക്തി എന്നുള്ളത് ഓർമ്മിച്ച് നോക്കണം, മുക്തി. ഇക്താദാർ എന്നുള്ളത് നമുക്ക് ഇക്ത എന്നുള്ള വാക്കിൽ കിട്ടും. അതുപോലെ തന്നെയുള്ള മറ്റൊരു പേരാണ് ഇക്താദാർക്കുള്ള പേരാണ് മുക്തി. രണ്ടും സെയിം ആണ്. അടുത്തതായിട്ട് അധികാരത്തിലേക്ക് വരുന്നത് 1236 ഇൽത്തുമിഷ് മരിക്കുന്നത്, 1236. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാധാരണ ഒരു രാജാവ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകനാണ് അധികാരത്തിലേക്ക് വരിക. പക്ഷേ ഇൽത്തുമിഷിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കളേക്കാൾ വളരെ കഴിവുള്ള മകളുണ്ടായിരുന്നു, റസിയ എന്ന് പറഞ്ഞിട്ടുള്ള റസിയ സുൽത്താന. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത അവകാശിയായിട്ട് ഇൽത്തുമിഷ് പ്രഖ്യാപിച്ചത് റസിയ സുൽത്താനിയായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഇദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്, ബഹ്റം ഷാ. അദ്ദേഹം അത്ര കഴിവില്ലാത്ത ആളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെയും അതുപോലെ ഈ ചാലിസയുടെയും ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് റസിയ സുൽത്താൻ അധികാരത്തിലേക്ക് വരുന്നത് 1236. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആകെ ഒരു ലേഡി മാത്രമേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഭരണത്തിലേക്ക് വരുന്നുള്ളൂ ഈ സമയത്ത്. ദ ഫസ്റ്റ് ലേഡി ആൻഡ് ഓൺലി മുസ്ലിം ലേഡി ഹു എവർ റൂൾഡ് ഇൻ ഇന്ത്യ. അപ്പോൾ പിന്നീട് ഈ റസിയ സുൽത്താനയുടെ ഭരണത്തോട് എതിർപ്പുകൾ വരുന്നു. അതുപോലെ തന്നെ ഈ ചാലിസയെ ഇവർക്കെതിരാവുന്നു. അപ്പോൾ അതുപോലെ തന്നെ എതിരായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അൽത്തുനിയ, ഗവർണർ ഓഫ് ബത്തിൻഡ. അത് ഈ ബത്തിൻഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഗവർണറാണ് അൽത്തുനിയ റിഫ്യൂസ്ഡ് ടു ആക്സെപ്റ്റ് സിസേർണിറ്റി ഓഫ് റസിയ. അതായത് ഒരു ലേഡിയാണ് ഭരണത്തിലെത്തുന്നത്, അതിനോട് എതിർപ്പുള്ള ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഈ അൽത്തുനിയ എന്ന് പറയുന്ന ആൾ ഇതിനെതിരായി, റസിയയുടെ ഭരണത്തിനെതിരായി. അപ്പോൾ അത് വേറൊരു കാരണം കൂടി ഉള്ളത് എന്താ വെച്ചാൽ ഈ റസിയയുടെ ഒരു കമ്പാനിയനായിട്ട് ഉണ്ടായിരുന്നത് യാക്കൂത്ത് എന്ന് പറയുന്ന ഒരു സ്ലേവ് ആയിരുന്നു. ഒരു എത്യോപ്യൻ സ്ലേവാണ് റസിയയുടെ കൂടെ മാർച്ച് ചെയ്തത്. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നാണ്
അൽത്തൂനിയയെ നേരിട്ടത്. അപ്പോൾ അൽത്തൂനിയ ഗോട്ട് യാക്കൂത്ത് മേർഡേഡ് ആൻഡ് ഇംപ്രിസൺഡ് റിസിയ. അപ്പോൾ റിസിയെ പിടിച്ചുകൊണ്ട് പോവുകയും യാക്കൂത്തിനെ തോൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ആഫ്രിക്കക്കാരനാണല്ലോ. അപ്പോൾ പിന്നീട് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഈ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് റസിയയും ഈ അൽത്തൂനിയയും തമ്മിൽ വിവാഹം ചെയ്യുന്നു. ലേറ്റർ അൽത്തൂനിയ ആൻഡ് റസിയ ഗോട്ട് മാരീഡ്. അപ്പോൾ വീണ്ടും ഈ ചാലിസയുടെ ഇടപെടൽ, ഈ 40 നോബിൾസിൻ്റെ ഒക്കെ ഇടപെടലിൽ ഇവരെ രണ്ടുപേരെയും അസാസിനേറ്റ് ചെയ്യുന്നു. റസിയ ബിക്കം ദ വിക്ടിം ഓഫ് എ കോൺസ്പിറസി ആൻഡ് വാസ് അസാസിനേറ്റഡ് നിയർ കൈത്താൽ. അപ്പോൾ ഇങ്ങനെയാണ് റസിയ സുൽത്താനയുടെ ഭരണം അവസാനിക്കുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേരാണ് മിനാജ് അൽ സിറാജ്. അതായത് ഈ റസിയ സുൽത്താന പേട്രണൈസ് ചെയ്ത ഒരാളായിരുന്നു മിനാജ് അൽ സിറാജ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് തബാക്കത്ത് ഇ നാസറി. അപ്പോൾ ഈ കൺസ്പിറസിയിൽ ഇദ്ദേഹത്തെ കൊന്ന ആ ട്രൈബ്, ഇവരെ കൊന്ന ആ ട്രൈബാണ് കോക്കാർ ട്രൈബ്. അടുത്ത റസിയ സുൽത്താനക്ക് ശേഷം കുറച്ച് റൂളേഴ്സ് വരുന്നുണ്ട്. ഈ റസിയ സുൽത്താനക്ക് ശേഷം ഈ 1240 റസിയ സുൽത്താന മരണപ്പെടുന്നത്. അതിനുശേഷം ഒരു കുറച്ച് വർഷം ബഹ്റാം ഷാ, നമ്മുടെ ഇൽത്തുമിഷിൻ്റെ മകൻ, കുറച്ചു കാലം ഭരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമൊന്നും അത്ര കഴിവുള്ള റൂളേഴ്സ് അല്ല. പിന്നീട് വരുന്നത് പ്രധാനപ്പെട്ട ഒരു റൂളർ എന്ന് പറയുന്നത് നസീറുദ്ദീൻ മുഹമ്മദാണ്. നസീറുദ്ദീൻ മുഹമ്മദ് അപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ് നസീറുദ്ദീൻ മുഹമ്മദ് അധികാരത്തിലേക്ക് വരുന്നത്. പക്ഷെങ്കിൽ അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു വീക്കായിട്ടുള്ള റൂളറായിരുന്നു. ഈ നസീറുദ്ദീൻ മുഹമ്മദിൻ്റെ നായിബ്, അതായത് പ്രൈം മിനിസ്റ്റർ പോലെ കുറച്ച് പവർഫുള്ളായിട്ടുള്ള ഒരു പോസ്റ്റിലുണ്ടായിരുന്ന ഒരാളാണ് ഗിയാസുദ്ദീൻ ബാൽബൻ എന്നുള്ളത്. അപ്പോൾ ഈ 1246 മുതൽ നസീറുദ്ദീൻ മുഹമ്മദ് 1266 വരെയുള്ള 20 വർഷം പേരിന് നസീറുദ്ദീൻ മുഹമ്മദാണ് ഭരിക്കുന്നതെങ്കിലും ശരിയായ പവർ കൈകാര്യം ചെയ്തിരുന്നത് ബാൽബൻ തന്നെയായിരുന്നു. പിന്നെ 1266 ഇദ്ദേഹത്തിൻ്റെ ഈ നസീറുദ്ദീൻ മഹ്മൂദിൻ്റെ മരണത്തിന് ശേഷം ഭരണം നേരിട്ട് ഗിയാസുദ്ദീൻ ബാൽബൻ ഏറ്റെടുത്തു. അപ്പോൾ പ്രത്യക്ഷത്തിൽ 1266 മുതലാണ് ഇദ്ദേഹം ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും 1246 തന്നെ പവർ കൈകാര്യം ചെയ്തിരുന്നത് ബാൽബൻ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ റസിയൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് പവർ കൈകാര്യം ചെയ്തിരുന്ന ഒരാൾക്കാരായിട്ട് ഈ ചാലിസ അന്നേരം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാൽബൻ ഏറ്റവും ആദ്യം ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ബ്രോക്ക് ദ പവർ ഓഫ് ചാലിസ. ചാലിസ എന്ന് പറഞ്ഞാൽ 40 നോബിൾസ് ആൻഡ് റീസ്റ്റോർഡ് ദ പ്രസ്റ്റീജ് ഓഫ് ദ ക്രൗൺ. അപ്പോൾ കിങ്ങിൻ്റെ അധികാരം കുറഞ്ഞു വന്ന ഒരു സമയമായിരുന്നു. ഈ നോബിൾസിൻ്റെ അധികാരം കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇയാൾ ആദ്യം തന്നെ ഹി ബ്രോക്ക് ദ പവർ ഓഫ് ചാലിസ ആൻഡ് റീസ്റ്റോർഡ് ദ പ്രസ്റ്റീജ് ഓഫ് ദ ക്രൗൺ. അടുത്തത് ഇദ്ദേഹം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിക്കുന്നുണ്ട്, മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ പേരാണ് ദിവാൻ ഇ ആരിസ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയി ഓർക്കേണ്ടത്. ഈ ദിവാനി എന്നുള്ളത് ഒരുപാട് വ്യത്യാസം വരും, എല്ലാതിനും കോമൺ ആണ്. ദിവാനി അരസ് എന്ന് പറയുന്നതാണ് മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റ്. ബാൽബൻ സ്ഥാപിച്ച ഡിപ്പാർട്ട്മെൻറ്റാണ് ദിവാനി എറിസ്. പിന്നെ ഇദ്ദേഹം സ്വീകരിച്ച ടൈറ്റിൽ സിൽ ഇലാഹി, അതായത് പേർഷ്യൻ ഭാഷയിൽ സിൽ ഇലാഹി എന്ന് പറഞ്ഞാൽ ഷാഡോ ഓഫ് അല്ലാ എന്നാണ്. ഡിസെൻഡൻറ്റ് ഓഫ് ആഫ്രാസിയാബ്. ഈ ആഫ്രാസിയാബ് എന്ന് പറയുന്നത് നമ്മളെ മറ്റേ ഈ മുസ്ലിംസിൻ്റെ, നമ്മളെ ഈ മുസ്ലിം അല്ല, ഈ പേർഷ്യൻ കഥകളിലൊക്കെയുള്ള ഒരു രാജാവാണ് തുറാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസെൻഡൻ്റ് ആണ് എന്ന് സ്വയം അവകാശപ്പെടുന്നത് വഴിയിട്ട് ഈ ബാൽബന് ഒരു ലെജിറ്റിമസി കിട്ടുകയാണ്. അതായത് ഈ ബാൽബൻ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ഇൽത്തുമിഷിൻ്റെ ഒരു സ്ലേവാണ്, അതായത് തുർക്കിഷ് സ്ലേവാണ്. അപ്പോൾ ഒരു സ്ലേവാണ് നസറുദ്ദീൻ മുഹമ്മദിന് ശേഷം ഭരണം വരുന്നത്. അപ്പോൾ ആ ഒരു പ്രസ്റ്റീജ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഷാഡോ ഓഫ് അല്ല എന്നും അതുപോലെ ടൈറ്റിൽ സ്വീകരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഫാമിലി ഡിസെൻഡൻസ് ഓഫ് ആഫ്രാസിയാബാണെന്നൊക്കെ പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഹി ഇൻട്രൊഡ്യൂസ്ഡ് സിജ്ദ ആൻഡ് പൈബോസ്. ഈ രണ്ട് കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കിങ്ങിൻ്റെ പവർ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഈ സിജ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാവിൻ്റെ മുന്നിൽ വണങ്ങുന്ന ഒരു രീതി. അതുപോലെ പൈബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാവിൻ്റെ പാദം മുത്തം ചെയ്യുന്ന രീതി, കിസ്സിങ് ഫീറ്റ് ഓഫ് എ മൊണാർക്ക്. അപ്പോൾ ഈ സിജിദയും പൈബാസും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗിയാസുദ്ദീൻ ബാൽബനാണ്. അപ്പോൾ അത് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുള്ള രാജാക്കന്മാർ വീക്കായതുകൊണ്ടും ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നോബിൾസ് ആയതുകൊണ്ടും ഇത് പവർ റീസ്റ്റോർ ചെയ്യുകയാണ് ബാൽബൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം.
അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഷനെക്കാട്ടിയും കൂടുതൽ നിലവിലുള്ള ടെറിട്ടറിയെ കൂടുതൽ പവർഫുൾ ആക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പോളിസി. ഹി സ്റ്റാർട്ടഡ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏത് ഡൽഹി സുൽത്താനേറ്റിലെ രാജാവാണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി കൊണ്ടുവന്നത്? അതുപോലെ തന്നെയാണ് ഈ സിജിത ആൻഡ് പൈബോസ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സിജിത ആൻഡ് പൈബോസ് ചാലിസ പൂർണ്ണമായിട്ടും ഇദ്ദേഹം തകർത്തു. ആ ഒരു സിസ്റ്റം തന്നെ എടുത്തു കളഞ്ഞു. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ച്, ദിവാൻ ഇ അരിസ്. അപ്പോൾ ഇത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് ചോദിക്കാം. അതൊരു മിലിറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പിന്നെ ഇദ്ദേഹത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ മകൻ, ഇദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ മംഗോൾ അറ്റാക്ക് കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ബാൽബന് ശേഷം അദ്ദേഹത്തിൽ വരുന്നത് ബാൽബൻ്റെ ഗ്രാൻഡ് സൺ ആണ്. അതാണ് കൈക്കേബാദ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട സ്ലേവ് ഡൈനാസ്റ്റി. ഈ കൈക്കേബാദോട് കൂടിയിട്ട് ഈ സ്ലേവ്സിൻ്റെ ഭരണം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം കുത്തബുദ്ദീൻ ഐബക്കിലാണ് ഈ സ്ലേവ്സ് ഡൈനാസ്റ്റി ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത് ബാൽബൻ്റെ ഗ്രാൻഡ് സൺ ആയ കൈക്കേബാദിലാണ് അവസാനത്തെ സ്ലേവ് റൂളർ അഥവാ മാമലൂക്ക് ഡൈനാസ്റ്റി ഇവിടെ അവസാനിക്കുകയും. ആദ്യത്തെ പോയിന്റ് തുടങ്ങിയത് ഫോറിൻ ഇൻവേഷനിലായിരുന്നു. ആദ്യമായിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് അറ്റാക്ക് ചെയ്യുന്ന മുസ്ലിം ഇൻവേഡറായിരുന്നു മുഹമ്മദ് ബിൻ കാസിം. അദ്ദേഹം ആദ്യമായിട്ട് സിന്ധ് പ്രവിശ്യയിലെ രാജാ ദാഹിറിനെ വധിക്കുന്നു. ഇദ്ദേഹം ഒരു അറബായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ അറബും ആദ്യത്തെ മുസ്ലിം ഇൻവേഡറും മുഹമ്മദ് ബിൻ കാസിമാണ്. വർഷം 8ാം സെഞ്ചുറീൻ്റെ തുടക്കത്തിൽ 712. പിന്നീട് കുറച്ച് വർഷത്തിന് ശേഷം 2 സെഞ്ചുറിക്ക് ശേഷം 11ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, അതായത് 1001 പിന്നെ ഒരു മുസ്ലിം ഇൻവേഷൻ വരുന്നത്. അത് അറബല്ല, പകരം തുർക്കിഷ് ഒറിജിനുള്ള ആളുകളാണ്. ആദ്യത്തെ തുർക്കിഷ് ഇൻവേഡറാണ് ഗസ്നവൈഡ് എംപയറിൻ്റെ കിങ് ആയിരുന്ന മഹമൂദ് ഓഫ് ഗസ്നവി. ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഈ ഗസ്നവൈഡ് എംപയർ സ്ഥാപിക്കുന്നത്. അദ്ദേഹം 1001 ഇന്ത്യ ആദ്യമായിട്ട് അറ്റാക്ക് ചെയ്തത് നമ്മളെ ജയപാല ആണ് ആദ്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ആ ബാറ്റിലിൻ്റെ പേരാണ് ബാറ്റിൽ ഓഫ് പെഷവാർ. അപ്പോൾ അതിനുശേഷം 17 തവണ അദ്ദേഹം വീണ്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് 1001 തുടങ്ങി 1025 നടത്തിയ അറ്റാക്കാണ് ഗുജറാത്തിലെ സോമനാഥ് ടെമ്പിൾ. ഒരുപാട് സ്വർണവും സമ്പത്തും അദ്ദേഹം ഗസ്നവിയുടെ എംപയറിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോകുന്നത് അവിടെ പള്ളികളും അതുപോലത്തെയുള്ള പാലസുകളൊക്കെ പണിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും അവസാനം അറ്റാക്ക് ചെയ്യുന്നത് 1027 ജൂട്ടുമായിട്ട് നടത്തി വേണ്ടി അറ്റാക്ക് ചെയ്തത്. അതിനുശേഷം 3 വർഷത്തിന് ശേഷം 1030 തന്നെ അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആളുകളുടെ പേരുള്ളത് ഫിർദൗസി അൽബറൂണി. ഇവർ രണ്ടുപേരും എഴുതിയ 2 പുസ്തകങ്ങൾ, ഫിർദൗസിയുടെ ഷാനാമ, അൽബറൂണി എഴുതിയ തഹീക്ക് ഇ ഹിന്ദ്. അതിനുശേഷം നോക്കിയത് 2ാമത്തെ തുർക്കിഷ് ഒറിജിൻ ഇൻവേഡറും അതുപോലെ 3ാമത്തെ മുസ്ലിം ഇൻവേഡറുമായിരുന്നു മുഹമ്മദ് ഗോരി ഗുരിഡ് എംപയറിൻ്റെ രാജാവായിരുന്നു. മറ്റൊരു പേരാണ് മുയിസുദ്ദീൻ മുഹമ്മദ് അല്ലെങ്കിൽ മുയിസ് അൽ ദീൻ മുഹമ്മദ്. ഇദ്ദേഹത്തിൻ്റെ ഇൻവേഷനിലെ പ്രധാനപ്പെട്ട 3 ബാറ്റിൽസ് ആയിരുന്നു. ഇവിടെ ആദ്യത്തെ ഒന്നുള്ളത് ഗുജറാത്തിൽ വെച്ചിട്ട് നൈക്കി ദേവി. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലുള്ളതാണ്. നൈക്കി ദേവിയായിട്ടുള്ള ബാറ്റിൽ ഗോരി തോൽക്കുന്നുണ്ട്. അതിന് ശേഷം ആണ് ഡൽഹിയിൽ അന്ന സമയത്ത് ഭരണം നടത്തിയിരുന്ന പൃഥ്വിരാജ് 3 തറൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ബാറ്റിൽസ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ പൃഥ്വിരാജ് വേഴ്സസ് ഗോരി ബാറ്റിലിനെ ബാറ്റിൽ ഓഫ് തറൈൻ എന്നറിയപ്പെടുന്നത്. 3ാമത്തതും കൂടി ഉണ്ട്, പക്ഷെ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ആദ്യത്തെ 2 തറൈൻ യുദ്ധങ്ങൾ മാത്രമാണ് ഇമ്പോർട്ടൻ്റ്. 1191, അപ്പോൾ ഇത് ഓർമ്മിക്കാൻ എളുപ്പമാണ്. 1191 ഒന്നാമത്തത്, 2 രണ്ടാമത്തത്. പിന്നെ 2 വർഷത്തിന് ശേഷം 4 പൃഥ്വിരാജ് ചൗഹാനും അതുപോലെ തന്നെ ജയ്ചന്ദ്, ഗർവാൾ റൂളറായിരുന്ന ജയ്ചന്ദിനെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അതാണ് ബാറ്റിൽ ഓഫ് ചന്ദേവാർ. 2 തറൈനും പിന്നെ ഒരു ചന്ദേവാറും. അപ്പോൾ അങ്ങനെ ഗോരി 1194 അവസാനത്തെ യുദ്ധം ചെയ്ത് തിരിച്ചു പോകുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ ഡൽഹിയിൽ പൃഥ്വിരാജുമായി യുദ്ധം ചെയ്യാൻ സഹായിച്ച കമാൻഡറായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്ലേവ്, അതായത് സ്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്ലേവ് ആയിരുന്ന കുത്തുബുദ്ദീൻ ഐബക്കായിരുന്നു തൽക്കാലം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. 1206 ഗോരി മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്ലേവ്സ് ഭരണത്തിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ സ്ലേവ്സ്
ഭരണം നടത്തുന്ന പുതിയൊരു ഡൈനാസ്റ്റി രൂപം കൊള്ളുന്നു. അതാണ് സ്ലേവ് ഡൈനാസ്റ്റി. ആദ്യത്തെ സ്ലേവായിട്ട് ഡൽഹി ഭരിക്കുന്നത് കുത്തബുദ്ദീൻ ഐബക്ക്. മറ്റ് ഇതുപോലുള്ള സ്ലേവ്സിൻ്റെ പേരാണ് യാൽദൂസ്, ഖ്വാജ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ബക്തിയാർ ഖിൽജി. നമ്മുടെ ഈ ബീഹാർ ഭാഗത്തൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ സഹായിച്ച കമാൻഡർ. ഇദ്ദേഹമാണ് ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട നളന്ദ യൂണിവേഴ്സിറ്റി തീവെച്ച് നശിപ്പിച്ചത്. ഒരുപാട് ബുദ്ധിസ്റ്റ് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും അറിവുകളും ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അത് നശിപ്പിച്ചതാണ്. ഇതുകൂടാതെ ഒരുപാട് അമ്പലങ്ങൾ നശിപ്പിച്ച ആളാണ് ബക്തിയാർ ഖിൽജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഡൽഹി സുൽത്താനേറ്റ് ഭരണം തുടങ്ങുകയാണ്. അപ്പോൾ 1200 മുതൽ 1520 വരെ ഏകദേശം 3 സെഞ്ച്വറി സമയത്ത് ഭരണം നടത്തിയ ആ ഒരു സുൽത്താനേറ്റ് ഭരണത്തിൻ്റെ തുടക്കം കുത്തബുദ്ദീൻ ഐബക്കിൽ നിന്നാണ്. ആദ്യമായിട്ട് സ്ലേവ് ഡൈനാസ്റ്റി കുത്തബുദ്ദീൻ ഐബക്ക് 4 വർഷം മാത്രമേ ഭരിച്ചുള്ളൂ. അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് മരിച്ചു പോളോ എന്ന ഗെയിം കളിക്കുന്ന സമയത്ത്. അതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏത് രാജാവാണ് പോളോ കളിക്കിടെ മരണപ്പെട്ടത്? അദ്ദേഹത്തിൻ്റെ ടൈറ്റിലാണ് ലാക്ക് ബക്ഷ്. ലാക്ക് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ദാനം ചെയ്യുന്ന ആൾ. 2 പ്രധാനപ്പെട്ട മോസ്ക് പണി കഴിപ്പിച്ചു. കുവത്തുൽ ഇസ്ലാമും അഡായി ദിൻ കാ ചോപ്രയും. ഈ അഡായി ദിൻ എന്ന് പറയുന്നത് ഈ 2.5 എന്നുള്ള അർത്ഥമാണ്. അതായത് 2.5 ദിവസം കൊണ്ട് പണി കഴിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഈ പൃഥ്വിരാജ് 3യുടെ ചഹ്മന ഡൈനാസ്റ്റിയുടെ കീഴിലുണ്ടായിരുന്ന ഒരു ജെയിൻ മൊണാസ്ട്രി ഉണ്ടായിരുന്നു, ജെയിൻ അമ്പലം. അതിൻ്റെ ആ സ്ഥലം പൊളിച്ചിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ അഡായി ദിൻക ചോപ്ര 2.5 ദിവസം കൊണ്ട് പണിതു എന്നാണ് പറയുന്നത്. അത് കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ സമയത്ത് പണിതു. ഈ രണ്ടും കൂടാതെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുത്തബ് മിനാർ. ഏറ്റവും വലിയ ഉയരത്തിലുള്ള മറ്റേ ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ മിനാരം, അതാണ് കുത്തബ് മിനാർ. അതിൻ്റെ തുടക്കം കുത്തബുദ്ദീൻ ഐബക്കാണ്. അപ്പോൾ ഹി വാസ് ഓൺലി അവൈലബിൾ ടു കംപ്ലീറ്റ് ദ ബേസ്മെൻറ്റ്. അപ്പോൾ ഇത് ആരുടെ ഓർമ്മക്കാണെന്ന് ചോദിച്ചാൽ സൂഫി സന്യാസിയായിരുന്ന കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി. അപ്പോൾ കുറേ പേരുണ്ട് ഇതുമായി സാമ്യമുള്ള. ഒന്ന് കുത്തബുദ്ദീൻ ഐബക്ക് ഉണ്ട്, പിന്നെ നമ്മളൊരു നളന്ദ തകർത്ത ബക്തിയാർ ഖിൽജി ഉണ്ട്, പിന്നെ ഈ ഖ്വാജ കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി എന്നാണ് സൂഫി സൈൻറ്റിൻ്റെ പേര്. പിന്നെ 2 റൈറ്റേഴ്സിൻ്റെ പേര് നേരത്തെ നമ്മൾ 2 ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹ്മൂദ് ഗസ്നീൻ്റെ ഫിർദൗസിയും അതുപോലെ അൽബറേണിയും. അതുപോലെ 2 ആളുകളാണ് ഹസനുൻ നസാമിയും ഫക്രുദ്ദീനും. ഇവരുടെ 2 പുസ്തകങ്ങൾ. അടുത്തതാണ് കുത്തബ് മിനാർ. കുത്തബ് മിനാറിൻ്റെ ഉയരം 72.5 മീറ്റർ. പണി തുടങ്ങിയത് കുത്തബുദ്ദീൻ ഐബക്ക്. 3 നില കംപ്ലീറ്റ് ചെയ്തത് ഇൽത്തുമിഷ്, പിന്നെ അവസാനം ഫിറോസ് ഷാ തുഗ്ലക്ക്. അതിനുശേഷം വരുന്ന റൂളറാണ് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഐബക്കിൻ്റെ മരുമകനായിരുന്നു. അപ്പോൾ ഇതുവരെ ലാഹോറായിരുന്നു ക്യാപിറ്റലായിട്ടുണ്ടായിരുന്നത്. ഇൽത്തുമിഷിൻ്റെ മകനെ കൊന്നാണ് ഇദ്ദേഹം അധികാരത്തിൽ വരുന്നത്. പിന്നീട് അദ്ദേഹം ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ കുറച്ചും കൂടെ സെൻട്രൽ നിന്നുകൊണ്ട് അധികാരം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിലേക്ക് അദ്ദേഹം ലാഹോറിൽ നിന്ന് ക്യാപിറ്റൽ മാറ്റുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോർട്ടിലെ മന്ത്രിയായിരുന്നു, അതായത് വസീർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ടായ ആളായിരുന്നു നിസാമുൽ മുൽക്ക്. അപ്പോൾ ഈ സമയത്താണ് ജംഗീസ് ഖാൻ ഇന്ത്യയുടെ ഈ സിന്ധു പ്രവേശങ്ങളിലൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൽത്തുമിഷിൻ്റെ ഇടപെടലും അതുപോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ കാരണമാണ് ഒരു ഫുൾ സ്കെയിൽ അറ്റാക്ക് ജംഗീസ് ഖാൻ നടത്താത്തത്. 1221 ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അതിനെ സക്സസ്ഫുള്ളി എതിർക്കാൻ വേണ്ടിയിട്ട് ഇൽത്തുമിഷിന് സാധിക്കുന്നുണ്ട്. പിന്നെ ഇൽത്തുമിഷിൻ്റെ അഡ്മിനിസ്ട്രേഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് 2 കോയിൻസ്. ഒന്ന് സിൽവർ തങ്കിയും കോപ്പർ ജിത്തലും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. സിൽവർ ജിത്തൽ നിന്നും വരും, കോപ്പർ തങ്കാന്നും വരും. ഹി ഓർഗനൈസ്ഡ് ഇക്ത സിസ്റ്റം, അതായത് പീസ് ഓഫ് ലാൻഡ് ആളുകൾക്ക് ശമ്പളത്തിന് പകരം കൊടുക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ അതിനെ ഇക്തേദാർ എന്നും വിളിക്കും, അതുപോലെ തന്നെ മുക്തി എന്നും പറയും. ഇക്തേദാർ അഥവാ മുക്തി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചാലിസ, ഫോംഡ് ചാലിസ അഥവാ അതിൻ്റെ മറ്റൊരു പേരാണ് ചഹൽഗാനി സിസ്റ്റം. അത് നോബിൾസ്, ഇസ്ലാമിക് നോബിൾസ് ആയിട്ടുള്ള ആളുകൾ, 40 ആളുകളുടെ ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ചാലിസ. പിന്നെ ഇദ്ദേഹം 1235-ലോ 36-ലോ ആണ് മരണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോംബ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്, 1235-ലോ 36-ലോ. ഇദ്ദേഹത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ അടുത്ത ആളായിട്ട് വരുന്നതാണ് മകളായിട്ടുള്ള റസിയ സുൽത്താന. 4 വർഷം മാത്രമേ ഭരിക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഈ റസിയ സുൽത്താനയുടെ ചീഫായിട്ട് കൂടി ഉണ്ടായിരുന്നത് ഒരു ആഫ്രിക്കൻ സ്ലേവായിട്ടുള്ള
യാക്കൂത്ത് എന്ന് പറയുന്ന ആളായിരുന്നു. ഈ യാക്കൂത്ത് എന്നുള്ളത് ഒരു എത്യോപ്യൻ സ്ലേവാണ്. അപ്പോൾ ഇതിനെതിരെ ചാലിസ റസിയ സുൽത്താനയ്ക്കെതിരാവുന്നു. ഒരു വുമണാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പിന്നീട് ബത്തിൻഡയിലെ ഗവർണറായ അൽത്തുനിയ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുകയും ഇവരെ രണ്ടുപേരെയും യാക്കൂത്തിനെ വധിക്കുകയും ചെയ്യുന്നു. പിന്നീട് അതിനുശേഷം റസിയും ഈ അൽത്തുനിയും വിവാഹം ചെയ്യുന്നു. പിന്നെ വീണ്ടും അടുത്ത സൈക്കിൾ തുടങ്ങുന്നത് പോലെ ഈ ചാലിസ ഇവർക്കെതിരാവുന്നു. പിന്നെ ഒരു കോൺസ്പിറസിയിൽ ഈ കോക്കാർ ട്രൈബിൻ്റെ ഭാഗമായിട്ട് ഇവർ രണ്ടുപേരും നടന്നു പോകുന്ന സമയത്ത് ഒരു കാട്ടിൽ വെച്ചിട്ട് ഇവരെ റസിയയും വധിക്കുന്നു. അപ്പോൾ അങ്ങനെ റസിയ സുൽത്താന 1240 മരണപ്പെടുന്നു. ഒരു പ്രധാനപ്പെട്ട ആൾ മിനാജ് അൽ സിറാജ്, അദ്ദേഹം എഴുതിയ പുസ്തകമാണ് തബാക്കത്ത് ഇ നിസാറി. പിന്നെ അതിന് ശേഷം കുറച്ച് വീക്കായിട്ടുള്ള റൂളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു പപ്പറ്റ് റൂളറായിട്ട് അടുത്ത് വരുന്ന ഒരാളാണ്, ഒരു പാവം ആളാണ് നസീറുദ്ദീൻ മുഹമ്മദ്. ഇദ്ദേഹത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഈ ബാൽബൻ എന്ന് പറയുന്ന ആൾ. ഈ ബാൽബനാണ് 20 വർഷം നസീറുദ്ദീൻ മുഹമ്മദിൻ്റെ ഭരണകാലത്ത് ശരിക്കുള്ള ഭരണം നടത്തിയത്, 1246 മുതൽ 66 വരെ. അപ്പോൾ 1266 ഈ നസീറുദ്ദീൻ മുഹമ്മദ് സ്വാഭാവിക മരണം സംഭവിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ആ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ബാൽബൻ നേരിട്ട് അധികാരത്തിലേക്ക് വരുന്നു. ഈ ബാൽബൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൽത്തുമിഷിൻ്റെ സമയത്തെ സ്ലേവ് ആയിരുന്നു. ഇൽത്തുമിഷിൻ്റെ ഒരു സ്ലേവ് ആയിരുന്നു ബാൽബൻ. ഇദ്ദേഹം ഈ 40 നോബിൾസിൻ്റെ ആ ഒരു സിസ്റ്റം തന്നെ അവസാനിപ്പിക്കുന്നു. ഒരു ടൈറ്റിൽ സ്വീകരിക്കുന്നു, ഷാഡോ ഓഫ് അള്ള. അതുപോലെ തന്നെ ഇദ്ദേഹം അവകാശപ്പെട്ടത് താൻ ആഫ്രാസിയാബ് എന്ന് പറയുന്ന ഒരു അവരുടെ കഥകളിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു രാജാവ്, നമ്മുടെ ഈ പൃഥ്വിരാജ റാസോലൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു കിങ്, വലിയ ഫൈറ്ററാണ് ആഫ്രാസിയാബ്, അതിൻ്റെ ഡിസെൻഡൻ്റ് ആണെന്ന് അവകാശപ്പെടുന്നു. രാജാവിൻ്റെ അധികാരം ഒന്നും കൂടി ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 2 പ്രധാനപ്പെട്ട സംവിധാനം പുതുതായിട്ട് കൊണ്ടുവരുന്ന രീതികൾ സിജിത ആൻഡ് പൈബോസ്. സിജിത എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ മുന്നിൽ വണങ്ങുന്ന ഒരു രീതി, പൈബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിസ്സിങ് ദ ഫീറ്റ് ഓഫ് മൊണാർക്ക്. സാധാരണയുള്ള വണങ്ങുന്ന രീതിക്ക് പകരമായിട്ട് പുതിയ 2 രീതി കൊണ്ടുവരുന്നു. പിന്നെ ബ്ലഡ് ആൻഡ് അയൺ പോളിസി. ഇദ്ദേഹത്തിന് ശേഷം ഭരണത്തിൽ വരുന്നത് കൈക്കബാദാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സൺ ആണ്. അതാണ് പ്രധാനപ്പെട്ട. ഇനി ജസ്റ്റ് ഇതൊരു ഹിന്ദിക്കാരൻ്റെ PDF ആണ്, അതിലുള്ള 1 ലൈനേഴ്സ് നോക്കാം. സുൽത്താൻ മഹ്മൂദ് ഓഫ് ഗസ്നി. സുൽത്താൻ മഹ്മൂദ് കെയിം ടു ഇന്ത്യ ഫ്രം അഫ്ഗാനിസ്ഥാൻ സിറ്റി ഗസ്നവയുടെ എംപയർ. പിന്നെ നമ്മൾ ഈ പറയുന്ന ചെഹ്മന റൂളർ, ഈ ചെഹ്മന എന്നാണ് പൃഥ്വിരാജ് ചൗഹാൻ ചെഹ്മന റൂളർ പൃഥ്വിരാജ് 3rd. ഇത് കുറച്ച് പോയിന്റ്സ് ആണ് ഇങ്ങനെ വെറുതെ പറയുന്നത്. മംഗോൾസ് അണ്ടർ ജംഗിസ് ഖാൻ ഇൻവേഡഡ് ട്രാൻസോക്സിയാന ഇൻ നോർത്ത് ഈസ്റ്റ് ഇറാൻ ഇൻ 1213. മംഗോളിൻ്റെ ചെങ്കിസ് ഖാൻ്റെ അറ്റാക്ക്. പിന്നെ നമ്മൾ 21 ഇന്ത്യയുടെ ഭാഗം അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. മുഹമ്മദ് ഗോരി അറ്റാക്ക്ഡ് തർബാർ ഹിന്ദ. ഈ ബട്ടിൻഡ എന്ന് പറയുന്ന സ്ഥലത്ത് ഗോരി അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്, പൃഥ്വിരാജ് ചൗഹാൻ്റെ. പിന്നെ മുഹമ്മദ് ഗോരി പൃഥ്വിരാജ് ചൗഹാനുമായി അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ ആദ്യമായിട്ട് ഗോരിയെ ഇവിടെ തോൽപ്പിക്കുന്നതാണ് നൈക്കി ദേവി, അദ്ദേഹത്തിൻ്റെ മക്കളും. പിന്നെ ഒരു വർഷം പറയുന്നുണ്ട് വെറുതെ. തിമൂർ ഇൻവേഷൻ 1398, അലക്സാണ്ടർ ഇൻവേഷൻ 326 BC. ഇപ്പോൾ ഈ ഖൈബർ പാസ് ഇന്ത്യയുടെ ഈ പുറത്തുനിന്നുള്ള ഇൻവേഷന് പ്രധാനമായിട്ടും സഹായിച്ച ഒരു സ്ഥലമാണ് ഖൈബർ പാസ്. കാരണം ഇവിടെ മരുഭൂമിയാണ്, ഇവിടെ ഹിമാലയമാണ്, അതിനുള്ള ഒരു ഗ്യാപ്പാണ് ഈ ഖൈബർ പാസ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ആദ്യത്തേത്, വിച്ച് വാസ് ദ ഫസ്റ്റ് ഡൈനാസ്റ്റി ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. അപ്പോൾ അതിൻ്റെ കോഡ് ഇങ്ങനെയായിരുന്നു: സത്ത്, അതായത് ആദ്യം സ്ലേവ്, പിന്നെ ഖിൽജി, പിന്നെ തുഗ്ലക്ക്, പിന്നെ സെയ്ദ്, പിന്നെ ലോധി. ഇങ്ങനെയാണ് ആ ഓർഡർ. ഇപ്പം നോക്കിയത് സ്ലേവ് ഡൈനാസ്റ്റി അഥവാ മാമലൂക്ക് ഡൈനാസ്റ്റിയാണ് ഇപ്പം നമ്മൾ നോക്കിയത്. അപ്പോൾ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ഡൈനാസ്റ്റി ഏതായിരുന്നു? ഡൽഹി സുൽത്താനേറ്റ് ഭരണത്തിലെ ആദ്യത്തെ ഡൈനാസ്റ്റി മാമലൂക്ക് ഡൈനാസ്റ്റി അഥവാ മറ്റൊരു പേരാണ് സ്ലേവ് ഡൈനാസ്റ്റി. അടുത്തത്, ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് സുൽത്താൻ ഓഫ് ഡൽഹി ടു വിസിറ്റ് ദ അജ്മീർ ഷ്രൈൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ് ജീനോളജി വാസ് ഫൗണ്ട് ഇൻ ദ ബിജോലിയ ഇൻസ്ക്രിപ്ഷൻ. ഇത് ഇവരെ ആൻസറായിട്ട് കൊടുക്കുന്നത് ഇത് മുഹമ്മദ് ബിൻ തുഗ്ലക്കും അടുത്തത് ചെഹ്മാനിയാണ്. അപ്പോൾ നമ്മൾ പൃഥ്വിരാജ് 3ൻ്റെ ഡൈനാസ്റ്റി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ് ഗീനിയോളജി വാസ് ഫൗണ്ട് ഇൻ ദ ബിജോളിയ ഇൻസ്ക്രിപ്ഷൻ. അപ്പോൾ ആൻസർ ചെഹ്മാന. ഇൻ വിച്ച് ഇയർ
ഡിഡ് മംഗോൾസ് അണ്ടർ ജംഗിസ് ഖാൻ ഇൻവേഡ് ട്രാൻസോക്സിയാന ഇൻ നോർത്ത് ഈസ്റ്റ് ഇറാൻ. ഇത് ആ ഒരു PDF ഒരു പോയിൻ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു. മംഗോള് ജംഗിസ് ഖാൻ അറ്റാക്ക് ചെയ്യുന്നത് 1219 എന്ന്. നമ്മളെ ഭാഗത്തേക്ക് വരുന്നത് 1221. അപ്പോൾ ഏകദേശം അത് വെച്ച് കണക്ട് ചെയ്തിട്ട് ഈ ആൻസറിലേക്ക് എത്താം. ബാക്കിയെല്ലാം ദൂരെയുള്ള ആൻസർ ആണല്ലോ. അടുത്തത്, ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഡോട്ടർ ഓഫ് ഇൽത്തുമിഷ്, എ റൂളർ ഓഫ് സ്ലേവ് മാംലൂക്ക് ഡൈനാസ്റ്റി. അപ്പോൾ ഇൽത്തുമിഷിന് ശേഷം വരുന്ന ഇന്ത്യയിൽ ഭരണം നടത്തിയ ഒരേ ഒരു മുസ്ലിം ലേഡി മാത്രമേ ഉള്ളൂ. അത് റസിയ സുൽത്താന. 1236 മുതൽ 40 വരെയുള്ള 4 വർഷം യാക്കൂത്ത് എന്നായിരുന്നു ആ സ്ലേവിൻ്റെ പേര്. അൽത്തുനിയ ആണ് അതിനെ റിബലായിട്ട് എതിർത്തത്. എന്നിട്ട് അൽബനിയും അതുപോലെ തന്നെ നമ്മുടെ റസിയ സുൽത്താനിയും വിവാഹം ചെയ്യുന്നു. അതിനുശേഷം നോബിൾസ് ഇവരെ രണ്ടുപേര് റസിയ സുൽത്താനിയും വധിക്കുന്നു. ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് സുൽത്താൻ ഓഫ് ഡൽഹി ടു സ്റ്റൈൽ ഹിംസെൽഫ് ആസ് സിൽ-ഇലാഹി. സിൽ-ഇലാഹി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഷാഡോ ഓഫ് ഗോഡ് എന്നാണ്. ഷാഡോ ഓഫ് ഗോഡ്, അത് ഗിയാസുദ്ദീൻ ബാൽബനാണ് ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ലാസ്റ്റ് ഇൻവേഷൻ ബൈ മഹ്മൂദ് ഗസ്നി ഔട്ട്സൈഡ് പഞ്ചാബ്. അതായത് പഞ്ചാബിൻ്റെ പുറത്ത് ഏറ്റവും അവസാനത്ത് നടത്തിയ അറ്റാക്ക്. 17 അറ്റാക്കുകളായിരുന്നു നടത്തിയത്. ആദ്യത്തേത് 1001, അവസാനത്തത് 1027. അതിനിടയിൽ 17 അറ്റാക്ക്. അതിൽ 1025 ഈ പറയുന്ന സോമനാഥ്, ഗുജറാത്തിലെ സോമനാഥിൽ വെച്ച് നടത്തിയ അറ്റാക്ക്. അതാണ് ഏറ്റവും വലിയ ലൂട്ട് അദ്ദേഹത്തിന് കിട്ടിയത്. ആൻസർ സോമനാഥ്. ബിറ്റ്വീൻ ഹൂ എമംഗ് ദ ഫോളോയിങ് ഡിഡ് ദ ബാറ്റിൽ ഓഫ് ചന്ദേവാർ ടേക്ക് പ്ലേസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ മുഹമ്മദ് ഗോരിനെ പറ്റി പഠിക്കുമ്പം ആദ്യം 2 തറൈൻ യുദ്ധങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ആദ്യത്തെ യുദ്ധത്തിൽ നമ്മുടെ പൃഥ്വിരാജ് അഥവാ പൃഥ്വിരാജ് ചൗഹാൻ ജയിക്കുന്നു 1191. പിന്നെ 92 ഗോരി ജയിക്കുന്നു. അതിന് ശേഷം നടക്കുന്ന ഒരു യുദ്ധമാണ് ചന്ദേവാർ എന്ന് പറയുന്നത്. അത് അദ്ദേഹം നടത്തുന്നത് മുഹമ്മദ് ഗോരിയും ജയചന്ദും ആയിട്ടാണ്. ജയചന്ദ് ആൻഡ് മുഹമ്മദ് ഗോരി. അടുത്തത്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാറ്റിൽസ് ഡിഡ് മുഹമ്മദ് ഗോരി ഡിഫീറ്റഡ് ജയചന്ദ്ര ഓഫ് ഗഹഡ്വാല. അപ്പോൾ ഇവിടുന്ന് ഒരു പോയിന്റും കൂടെ കിട്ടിയത്, അദ്ദേഹം ഗഹഡ്വാളയിലെ കിങ് ആയിരുന്നു ജയചന്ദ്രൻ. അപ്പോൾ അതിൻ്റെ പേര് ചന്ദേവാർ, ബാറ്റിൽ ഓഫ് ചന്ദേവാർ. സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈനിൽ ഗോരി ജയിക്കുന്നു. അടുത്തത്, ദ ഫേമസ് അറബിക് സ്കോളർ അൽബിറുനി കെയിം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ഇന്ത്യ ത്രൂ ഡാഷ് ഇൻ ദ 11th century AD. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മുഹമ്മദ് ബിൻ കാസിമിനെ പറ്റി പറഞ്ഞു. അതിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഇസ്ലാമിക് ഇൻവേർഡറാണ് മഹ്മൂദ് ഓഫ് ഗസ്നി. ആദ്യം മുഹമ്മദ് ബിൻ കാസിം, പിന്നെ മഹ്മൂദ് ഓഫ് ഗസ്നി വരുന്നു. ഈ ഗസ്നിയാണ് 2 പ്രധാനപ്പെട്ട റൈറ്റേഴ്സിനെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. അതാണ് ഫിർദൗസിയും അതുപോലെ തന്നെ അൽബറൂണിയും. അതിലൊരാളാണ് ഈ മഹ്മൂദ് ഓഫ് ഗസ്നീൻ്റെ കണ്ടംപററി ആയ 2 ആളുകൾ. ഈ ഫിർദൗസ് എഴുതിയൊരു പുസ്തകമാണ് ഷാനാമ. അൽബറൂണിൻ്റെതാണ് കിതാബ് അൽ ഹിന്ദ്. ഇപ്പോൾ ഹിന്ദ് എന്ന് പറയുന്നത് അധികം ഇന്ത്യയുമായി ബന്ധപ്പെട്ടതായിരിക്കും. കിതാബ് അൽ ഹിന്ദും ഷാനാമയും. ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ബെസ്റ്റ് നോൺ ചഹ്മന റൂളർ. ചഹ്മന റൂളർ ഏറ്റവും ഫേമസ് നമ്മൾ ഈ പൃഥ്വിരാജ് 3 ആണ്. പൃഥ്വിരാജ് ചൗഹാൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചഹ്മന റൂളർ. അടുത്തത് സ്പെല്ലിങ് തെറ്റായിരിക്കും. മാമലൂക്ക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ബിലോങ്സ് ടു വിച്ച് ഡൈനാസ്റ്റി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്ലേവ് ഡൈനാസ്റ്റിൻ്റെ തന്നെ മറ്റൊരു പേരും കൂടിയാണല്ലോ മാമലൂക്ക്. അപ്പോൾ ആ മാമലൂക്ക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഈ സ്ലേവ് ഡൈനാസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് മാമലൂക്ക് ഡൈനാസ്റ്റി എന്നുള്ളത്. അടുത്തത്, ദ ഡൽഹി സുൽത്താൻ ഹു സക്കംബ്ഡ് ടു ഇഞ്ചുറീസ് ആസ് എ റിസൾട്ട് ഓഫ് ഹിസ് ഫാൾ ഫ്രം ഹോഴ്സ്. അതായത് ഹോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ആ പോളോ കളിക്കിടെ, പോളോ എന്ന് പറയുന്നത് കുതിരേൻ്റെ മേലെ ഒരു കമ്പ് വെച്ചിട്ടുള്ളൊരു കളിയാണെന്നില്ല, അതിൽ വീണ് മരണപ്പെടുന്നതാണ് ആദ്യത്തെ സ്ലേവ് ഡൈനാസ്റ്റി റൂളറായ കുത്തബുദ്ദീൻ ഐബക്ക്.
അടുത്തത് ദ ടോംബ് ഓഫ് ഇൽത്തുമിഷ് വാസ് ബിൽട്ട് ഇൻ വിച്ച് ഇയർ? ഡൽഹിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ടോംബ് ഉള്ളത്. ഇൽത്തുമിഷിൻ്റെ ഐബക്കിന് ശേഷം വരുന്ന സ്ലേവ് റൂളറാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് മരണപ്പെടുന്നത് 1235 നേരത്തെ നോട്ടിൽ 1236 എന്നുണ്ടായിനി. അപ്പോൾ ഇനിയിപ്പം 1236 1235 കറക്റ്റ് ആൻസർ. ദ ടോംബ് ഓഫ് ഇൽത്തുമിഷ് വാസ് ബിൽട്ട് ഇൻ വിച്ച് ഇയർ? 1235. ഇനിയിപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ടോംബ് ഉണ്ടാക്കിയെന്നൊന്നും അറിയില്ല. എന്തായാലും ആൻസർ 1235. ടോംബ് ഓഫ് ഇൽത്തുമിഷ് ഡൽഹിയിലാണുള്ളത്. ഇൽത്തുമിഷിൻ്റെ ടോംബ് വർഷം 1235. കാരണം 1236 മറ്റേ റസിയ സുൽത്താന വരുന്നത് 4 വർഷത്തേക്ക്. റസിയ സുൽത്താൻ വാസ് ദ ഫസ്റ്റ് ആൻഡ് ഓൺലി ഫീമെയിൽ റൂളർ ഓഫ് സുൽത്താനേറ്റ് ഹു അസെൻഡഡ് ടു ദ ത്രോൺ ഇൻ 1236. ഗിയാസുദ്ദീൻ ബാൽബൻ ഇൻട്രൊഡ്യൂസ്ഡ് ദ കസ്റ്റംസ് ഓഫ് സിജിദ ആൻഡ് പൈബോസ് ആസ് നോർമൽ ഫോംസ് ഓഫ് സല്യൂട്ടേഷൻസ് ടു ദ കിങ് ആസ് പാർട്ട് ഓഫ് അതായത് ഈ ബാൽബൻ്റെ കോർട്ടിൽ ആ രാജാവിനെ വണങ്ങുന്നതിന് അതുവരെ ഒരുപാട് രീതികൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അത് ഇദ്ദേഹം മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ പുതിയ 2 കസ്റ്റം കൊണ്ടുവന്നതാണ് സിജിദ എന്ന് പറയുന്ന വണങ്ങലും പൈബോസ് എന്ന് പറയുന്ന പിന്നെ നമ്മളെ ഫീറ്റ് കിസ് ചെയ്യുന്ന ഒരു രീതിയും. അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ പവർ അപ്പോൾ ആ കോർട്ട് എറ്റുക്കേറ്റ് ചെയ്യുന്നതാണ്. ഹൂ സ്റ്റാർട്ടഡ് ദ പ്രാക്ടീസ് ഓഫ് സെലിബ്രേറ്റിംഗ് നൗറോസ്? ഇതൊരു നൗറോസ് എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ന്യൂ ഇയർ ആയിട്ടാണ് തോന്നുന്നു നൗറോസ് എന്ന് പറയുന്നത്. നമ്മളെ ഈ രത്തൻ ടാറ്റയൊക്കെ ഈ മതത്തിൽ പെടുന്നവരാണ് തോന്നുന്നു. ഹൂ സ്റ്റാർട്ടഡ് ദ പ്രാക്ടീസ് ഓഫ് സെലിബ്രേറ്റിംഗ് നൗറോസ് ഡ്യൂറിങ് ദ ഡൽഹി സുൽത്താനേറ്റ് പീരീഡ്? ആൻസർ ഗിയാസുദ്ദീൻ ബാൽബൻ. ബാൽബൺ സെർവ്ഡ് ആസ് എ നായിബ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? അതായത് പ്രധാനമന്ത്രിൻ്റെ ഒക്കെ ഉള്ള ഒരു പോസ്റ്റ്, പ്രധാനപ്പെട്ട പവർ ഹോൾഡ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. ബാൽബൻ സെർവ്ഡ് ആസ് എ നായിബ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സുൽത്താൻസ് ഓഫ് ഡൽഹി? ഇപ്പോൾ നസീറുദ്ദീൻ മുഹമ്മദ് 46 മുതൽ 66 വരെ നസീറുദ്ദീൻ മുഹമ്മദാണ് ഭരിച്ചത്. അടുത്തത് ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ്ഡ് എ കോപ്പർ കോയിൻ കോൾഡ്? അപ്പോൾ 2 കോയിനാണ് ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് സിൽവർ കോയിന് തങ്ക, അതുപോലെ തന്നെ കോപ്പർ കോയിൻ ജിറ്റൽ. ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് കോപ്പർ കോയിനാണ്. സിൽവർ കോയിന് തങ്കയും കോപ്പർ കോയിന് ജിറ്റലും. അടുത്തത് ഹൂ എമംഗ് ദ ഫോളോയിങ് റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ബാൽബൻ സുൽത്താൻ ഓഫ് ഡൽഹി ആൻഡ് ഡിക്ലെയർഡ് ഹിംസെൽഫ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് റൂളർ ഓഫ് ബംഗാൾ ഇൻ 1279? അപ്പോൾ ഒരു പുതിയ പോയിൻ്റാണ്. എൻ്റെ ആൻസർ വരുന്നത് ഈ തുഗ്രിൽ ബേഗാണ്. അപ്പോൾ ഇവിടെ ബാൽബനെതിരെ ബംഗാൾ ഭാഗത്തുള്ള ഒരു രാജാവ് ഇൻഡിപെൻഡൻ്റ് ആയി. അദ്ദേഹത്തിനെ പിന്നീട് ഈ ബാൽബൻ കൊല്ലുന്നുണ്ട്. ആ വർഷവും കിട്ടി 1279. ആളുടെ പേര് തുഗ്രിൽ ബെഗ്. അപ്പോൾ ഇദ്ദേഹം ബാൽബനോട് ബെഗ് ചെയ്തു എന്ന് ഓർമ്മിക്കാം. ഇൻഡിപെൻഡൻ്റ് ആയത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ തുഗ്രിൽ ബേഗ്. അടുത്തത് ഹൂ ഒക്കുപ്പൈഡ് ബദോൺ ആൻഡ് അപ്പോയിൻറ്റഡ് ഇൽത്തുമിഷ് ആസ് ഇറ്റ്സ് ഫസ്റ്റ് മുസ്ലിം ഗവർണർ? അപ്പോൾ ഇതിൽ ആൻസർ ചെയ്യാനുള്ള മാർഗ്ഗമായിട്ട് പറഞ്ഞു, ഇതിപ്പോൾ നമുക്കറിയാത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിന് ഇവരെ ക്ലാസ്സിൽ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇൽത്തുമിഷിന് മുന്നേ ഉള്ള ആളായിരിക്കുമല്ലോ എന്തായാലും ഇൽത്തുമിഷിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാൽബൻ്റെ ഇൽത്തുമിഷ് അല്ല എന്തായാലും. ബാൽബൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ലേവാണ്, അതുമല്ല. ഈ ബെഹ്റം ഷാ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മകനാണ്, അപ്പോൾ അതുമല്ല. അപ്പോൾ കുത്തബുദ്ദീൻ ഐബക്കാണ് ഇൽത്തുമിഷ് എന്ന് പറയുന്ന മരുമകനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഹൂ ഒക്കുപ്പൈഡ് ബദൗൺ ആൻഡ് അപ്പോയിൻറ്റഡ് ഇൽത്തുമിഷ് ആസ് ഇറ്റ്സ് ഫസ്റ്റ് മുസ്ലിം ഗവർണർ എന്നുള്ളതിൻ്റെ ആൻസർ കുത്തബുദ്ദീൻ ഐബക്ക്. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് നമ്മളെ നോട്ടിലില്ലെങ്കിലും ഇതിലേക്ക് എത്താനുള്ള വഴി ഈ ഓപ്ഷൻ എലിമിനേഷനാണ്. കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷമാണ് ഇൽത്തുമിഷ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഐബക്കായിരിക്കും. അടുത്തത് കുത്തബ് മിനാർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ആർക്കിടെക്ചർ? അപ്പോൾ ഒരു പൂർണ്ണമായ ഇസ്ലാമിക് ആർക്കിടെക്ചർ അല്ലെങ്കിൽ പോലും അതൊരു ഇന്തോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക ഇങ്ങനെയാണ്. മൗര്യാസ് പണ്ടേ വന്നുപോയി, ദ്രവീഡിയൻ സൗത്ത് ഇന്ത്യയിലാണ്, സൂഫിയും അല്ല. അപ്പോൾ ഇന്തോ ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈലാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താ വെച്ചാൽ, ഈ ബാൽബൻ എന്ന് പറയുന്നത് ഗിയാസുദ്ദീൻ ബാൽബൻ്റെ ഒരു ടൈറ്റിലാണ് ഈ ബാൽബൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും ഉല്ലൂഖാൻ എന്നാണ്. അപ്പോൾ
ഹൂ ഹാഡ് അസ്യൂംഡ് ദ ടൈറ്റിൽ ഓഫ് ബാൽബൻ? ആൻസർ ഉല്ലൂഖാൻ. അടുത്തത് മിനാജ് ഇ സിറാജ് വാസ് എ ക്രോണിക്കൽ ഡ്യൂറിങ് ദ റൂൾ ഓഫ്? മിനാജ് ഇ സിറാജ് വാസ് എ ക്രോണിക്കൽ ഡ്യൂറിങ് ദ റൂൾ ഓഫ്? അപ്പോൾ ഇൽത്തുമിഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്കോളറായിരുന്നു മിനാജ് ഇ സിറാജ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പേരാണ്, ഇൽത്തുമിഷിൻ്റെ കൂടെയുള്ള ബുക്കാണ്, ആളാണ് മിനാജി സിറാജ്. ഇതാണ് തബാക്കത്ത് ഇ നാസിറി. തബാക്കത്ത് ഐ നാസിറി. ഈ നാസിറി എന്നുള്ളത് ഓർമ്മിക്കുക. തബാക്കത്ത് ഐ നാസിറി, മിനാജ് ഐ സിറാജ്. സിറാജ് ഒന്നുകിൽ ക്രിക്കറ്റ് കളിക്കുന്ന മുഹമ്മദ് സിറാജിനെ ഓർമ്മിക്കുക. സിറാജും നാസിറും. സിറാജ് നാസിർ ഇൽത്തുമിഷിൻ്റെ സമയത്ത്. അടുത്തത് കുവത്തുൽ ഇസ്ലാം ആൻഡ് മിനാരത്ത്, അതായത് കുത്തബ് മിനാരത്തിൻ്റെ കുത്തബ് മിനാർ, കുത്തബ് മിനാരത്ത് ബിൽറ്റ് ഡ്യൂറിങ് ദ ലാസ്റ്റ് ഡെക്കേഡ് ഓഫ് ദ സെഞ്ച്വറി. അപ്പോൾ ഏത് വർഷമാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സെഞ്ച്വറി കണ്ടുപിടിക്കാം. അപ്പോൾ ഏകദേശം 1206 ഇൽത്തുമിഷ് അധികാരത്തിൽ വരുന്നത്. അതിന് മുന്നേ 1194 ഈ 2 യുദ്ധം നടക്കുന്നു. ആദ്യം ഗോരീൻ്റെ 2 യുദ്ധം പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് 1191 പിന്നെ 92. 2 വർഷത്തിന് ശേഷം ചന്ദേവാർ, ബാറ്റിൽ ഓഫ് ചന്ദേവാർ നടക്കുന്നു. അപ്പോൾ അതിന് ശേഷം തന്നെ ഗോരി തിരിച്ചു പോയിട്ട് ഭരണം തൽക്കാലത്തേക്ക് സ്ലേവായിട്ടുള്ള ഐബക്കിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പീരീഡിലാണ് കുത്തബ് മിനാറിൻ്റെ പണി തുടങ്ങുന്നത്. 1199 1197 കുത്തബ് മിനാറിൻ്റെ പണി തുടങ്ങുന്നത്. അപ്പോൾ ഈ 1197 എന്ന് പറഞ്ഞാൽ 12ാം സെഞ്ച്വറീൻ്റെ അവസാനം, 12th സെഞ്ച്വറീൻ്റെ അവസാനത്തിലാണ് കുത്തബ് മിനാറിൻ്റെയും കുവത്തുൽ ഇസ്ലാമിൻ്റെയും ഒക്കെ പണി തുടങ്ങുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ, കുവത്തുൽ ഇസ്ലാം ആൻഡ് മിനാരത്ത് ബിൽറ്റ് ഡ്യൂറിങ് ദ ലാസ്റ്റ് ഡെക്കേഡ് ഓഫ് ഡാഷ് സെഞ്ച്വറി? ലാസ്റ്റ് ഡെക്കേഡ് ഓഫ് 12th സെഞ്ച്വറി. ഇനിയിപ്പം എങ്ങാനും ക്വസ്റ്റ്യനിൽ കംപ്ലീറ്റ് പണി കഴിഞ്ഞത് ഏത് സെഞ്ച്വറിയുടെ തുടക്കത്തിലാണെന്ന് ചോദിച്ചാൽ 13th സെഞ്ച്വറി എഴുതാം. ഇവിടെ ലാസ്റ്റ് ഡെക്കേഡ് ഓഫ് ഏത് സെഞ്ച്വറി എന്ന് ചോദിച്ചുകൊണ്ട് 12th. വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് ഹൈറ്റ് ഇൻ മീറ്റേഴ്സ് ഓഫ് ദ കുത്തബ് മിനാർ? കുത്തബ് മിനാറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 72.5 മീറ്റർ ആണ്. ഇവിടെ ആൻസറിൽ 73. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ വസീർ ഓഫ് സുൽത്താൻ ഇൽത്തുമിഷ്? സുൽത്താൻ ഇൽത്തുമിഷിൻ്റെ വസീർ എന്ന് പറയുന്നത് നിസാമുൽ മുൽക്ക് ജുനൈദി. ഈ നിസാമുൽ മുൽക്കാണ് ഇൽത്തുമിഷിൻ്റെ വസീർ ആവുന്നത്. ഈ വസീർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൽത്തുമിഷ് രാജാവ്, വസീർ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഫിനാൻസ് ഒഴികെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ വസീർ, അല്ല ഫിനാൻസ് നോക്കുന്ന ആളും കൂടിയാണ്. വസീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഫിനാൻസ് നോക്കുന്ന ആൾ. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണ് ദിവാനി വിസാരത്ത്. അതായത് ദിവാനി എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അത് എല്ലാവരും കോമൺ ആയിരിക്കുമല്ലോ. മറ്റേ ബാൽബൻ്റെ ദിവാനി ആരീസിൻ്റെ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിവാൻ ഇ വിസാരത്ത്, അതാണ് ഈ വസീർ എന്ന് പറയുന്ന പോസ്റ്റ്. ഇൽത്തുമിഷിൻ്റെ സമയത്തെ വസീർ, ഫിനാൻസ് നോക്കിയ ആളാണ് നിസാമുൽ മുൽക്ക് ജുനൈദി എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇദ്ദേഹമാണ് ഈ റവന്യൂവും ടാക്സേഷനൊക്കെ നോക്കുന്നത്. അതുപോലെ തന്നെയുള്ള മറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഓഫീസേഴ്സാണ്. പിന്നെ ഈ ഫിനാൻസ് നോക്കുന്ന ആൾ ഏകദേശം ആ ഒരു PM-ൻ്റെ ആ ഒരു ടൈപ്പ് കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റ്. ഇതാണ് വസീർ. പിന്നെ വരുന്നതാണ് അമീലും അമീറും. അമീൽ അതുപോലെ തന്നെ അമീർ. ഈ അമീൽ എന്ന് പറയുന്നതാണ് റവന്യൂ കളക്ട് ചെയ്യുന്ന ആൾ. അമീർ എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, അതിൻ്റെ അകത്ത് കുറച്ചൊരു മലബാർ ഏരിയ, ഒരു ജില്ല എന്നൊക്കെ പറയുന്നത് പോലുള്ളത്, അതിൻ്റെ ഗവർണറാണ് ഈ അമീർ എന്ന് പറയുന്നത്. അതിന് പറയുക പർഗാന എന്നാണ്. പർഗാനേൻ്റെ ഗവർണറാണ് അമീർ. റവന്യൂ കളക്ട് ചെയ്യുന്ന ആളാണ് അമീൽ എന്ന് പറയുന്നത്. പിന്നെ ഈ ഫിനാൻസ് ഒഴികെ ഉള്ള ബാക്കി പ്രധാനപ്പെട്ട പോസ്റ്റുകളുടെയൊക്കെ ചാർജ് വരുന്ന ആളാണ് നായിബ് എന്ന് പറയുന്നത്. ഈ ബാൽബൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം നസീറുദ്ദീൻ മുഹമ്മദിൻ്റെ നായിബായിരുന്നു. അപ്പോൾ കുറച്ച് ഇതുപോലുള്ള പോസ്റ്റുകൾ. നായിബ് എന്ന് പറഞ്ഞാൽ മറ്റ് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ നോക്കുന്ന ആൾ. ഈ വസീർ എന്ന് പറഞ്ഞാൽ ഫിനാൻസ് നോക്കുന്ന ആൾ. പിന്നെ റവന്യൂ കളക്ഷന് വേണ്ടി നോക്കുന്ന ആളാണ് അമീൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ഇക്തേൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇക്ത ഹോൾഡ് ചെയ്യുന്ന ആളെ പേരാണ് മുക്തി. ഇക്ത എന്ന് പറയുന്ന പീസ് ഓഫ് ലാൻഡ്, അതാണ് മുക്തി അഥവാ ഇക്തേദാർ. അപ്പം അങ്ങനെ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾ. അടുത്തത് ഗിയാസുദ്ദീൻ ബാൽബൻ.
ഇയാളുടെ മറ്റേ പേരാണ് ഉല്ലു ഖാൻ. ഒറിജിനൽ പേരാണ് ഉല്ലു ഖാൻ. റൂളർ ഓഫ് ദ സ്ലേവ് ഡൈനാസ്റ്റി ടുക്ക് അപ്പ് ദ ടൈറ്റിൽ ഓഫ് ഷാഡോ ഓഫ് ഗോഡ് സില്ലിലാഹി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ഏർലി തുർക്കിഷ് റൂളേഴ്സ്. തുർക്കിഷ് റൂളേഴ്സ് എന്ന് പറയുന്നത് ആദ്യം ഇന്ത്യ അറ്റാക്ക് ചെയ്ത ആള് അറബായിരുന്നു, ഉമൈദ് ഖലീഫേറ്റിൻ്റെ കീഴിലുള്ള. ഇത് വരുന്നത് തുർക്കമിനിസ്ഥാനാണ് ഇവർ ഒറിജിൻ, അതുകൊണ്ടാണ് ഇവർ തുർക്കിഷ് റൂളേഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെ ഓർഡറാണ് ചോദിക്കുന്നത്. ആദ്യം കുത്തബുദ്ദീൻ ഐബക്ക്, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരുമോനായ ഇൽത്തുമിഷ്, പിന്നെ അദ്ദേഹത്തിൻ്റെ മകളായ റസിയ സുൽത്താന. അപ്പോൾ ഈ ഓർഡർ ആദ്യത്തേതാണ് കറക്റ്റ്, ഐബക്കും ഇൽത്തുമിഷും റസിയ സുൽത്താന. അടുത്തത്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർട്സ് വാസ് റസിയ സുൽത്താന ഇംപ്രിസൺഡ് ബൈ മാലിക് ഇഖ്തിയാർ ഉൽദീൻ അൽത്തുനിയ എന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ആൻസർ ചെയ്യാനുള്ള ഒരു വഴിയായിട്ട് പറഞ്ഞത്, ഇതിൻ്റെ കറക്റ്റ് ടോപ്പിക് ഇതിൻ്റെ ഒരു ആൻസർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രിസൻ്റെ പേരോ ഒന്നും കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷേങ്കിൽ ഇവർക്കെതിരെ റിവോൾട്ട് ചെയ്ത ആളെ പേര് ബത്തിൻ്റെയിലെ കിങ് ആയിട്ടുള്ള അൽത്തുനിയാണ്. അത് അൽത്തുനിയ എന്നുള്ള പേരിൻ്റെ കൂടെ പറയുന്ന പേരാണ്. അൽത്തുനിയ ഏത് സ്ഥലത്തെ ഗവർണർ ആയിരുന്നു എന്ന് വെച്ചാൽ ബത്തിൻ്റെയാണ്. ബത്തിൻ്റെയിലെ ഗവർണറായിരുന്നു അൽത്തുനിയ. അപ്പോൾ അതിൽ നിന്നൊരു പോയിന്റ് കിട്ടും. ബത്തിൻഡ എന്നുള്ള സ്ഥലം ഇവിടെ ഒരു ക്ലൂ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ബത്തിൻ്റെയിലെ കിലാ മുബാറക്കിലാണ് റസിയ സുൽത്താനയെ ഇംപ്രിസൺ ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർട്ട് എന്ന് പറഞ്ഞ കോട്ട വാസ് റസിയ സുൽത്താന ഇംപ്രിസൺഡ് ബൈ മാലിക് ഇഖ്തിയാർ ഉദ്ദീൻ അൽത്തുനിയ. അപ്പോൾ അൽത്തുനിയൻ്റെ ഫുൾ പേരാണ് മാലിക് ഇഖ്തിയാർ ഉദ്ദീൻ അൽത്തുനിയ. അപ്പോൾ ഇദ്ദേഹം ഈ റസിയ സുൽത്താനിനെ ഇംപ്രിസൺ ചെയ്തു. അതുപോലെ റസിയയുടെ കൂടെ ഉണ്ടായ യാക്കൂത്ത് എന്ന് പറയുന്ന ഒരു എത്യോപ്യൻ സ്ലേവിനെ കൊന്നു. എന്നിട്ട് പിന്നീട് റസിയ സുൽത്താനെ വിവാഹം ചെയ്തു. അപ്പോൾ ആ ഇംപ്രിസൺ ചെയ്ത സ്ഥലം ബത്തിൻഡ, ഫോർട്ടിൻ്റെ പേര് കിലാ മുബാറക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ് വാസ് റെക്കഗ്നൈസ്ഡ് ബൈ ബാൽബൻ. ഇപ്പോൾ ബാൽബൻ തുടങ്ങിയ ഒരു മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണ് ദിവാനി അരിസ് എന്ന് പറയുന്നത്. അടുത്തത്, ചന്ദ് ബർദായിസ് ഫേമസ് ലിറ്റററി വർക്ക് ഡാഷ് മെൻഷൻസ് പൃഥ്വിരാജ് ചൗഹാൻസ് ലവ് സ്റ്റോറി ആൻഡ് ഹീറോയിക് ഡീഡ്സ്. അപ്പോൾ ഈ പൃഥ്വിരാജ് റാസോ എഴുതിയ ആളാണ് ചന്ദ് ബർദായി എന്ന് പറയുന്നത്. ചന്ദ് ബർദായി. അപ്പോൾ ചന്ദ് ബർദായി ഈ പൃഥ്വിരാജിൻ്റെ കണ്ടംപററി ആണെന്നും പറയുന്നുണ്ട്. പിന്നെ 100-200 വർഷത്തിന് ശേഷമാണ് ഇത് എഴുതിയെന്നും പറയുന്നുണ്ട്. പക്ഷെ എക്സാമിൽ നമുക്ക് വേണ്ട പോയിന്റ്, പൃഥ്വിരാജ് റാസോ എഴുതിയ ആളാണ് ചന്ദ് ബർദായി. ഈ പുസ്തകത്തിൽ നിന്നാണ് മറ്റേ ഈ ഗോരിയുമായിട്ടുള്ള യുദ്ധവും അതുപോലെ നമ്മളെ മറ്റേ സംയോഗിത, അതായത് രാജാ ജയ്ചന്ദിൻ്റെ മകളുമായിട്ടുള്ള പ്രേമത്തിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് ഈ പൃഥ്വിരാജ് റാസോയിലാണ്. ഇവിടെ വേണ്ട പോയിന്റ്, എഴുതിയ ആൾ ചന്ദ് ബർദായി. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സുൽത്താൻസ് ഓഫ് ഡൽഹി പ്രൈമർലി അഡോപ്റ്റഡ് എ പോളിസി ഓഫ് കൺസോളിഡേഷൻ റാദർ ദാൻ എക്സ്പാൻഷൻ. കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സ്പാൻഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ആ സമയത്തുള്ള ആളുകളൊക്കെ അവരുടെ കിങ്ഡം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള യുദ്ധങ്ങളിൽ ഏർപ്പെടും. അപ്പോൾ അതിന് പകരം ബാൽബൻ സ്വീകരിച്ച രീതിയാണ് കൺസോളിഡേഷൻ റാദർ ദാൻ എക്സ്പാൻഷൻ. അതായത് നിലവിലുള്ള ടെറിട്ടറി നല്ല രീതിയിൽ ശക്തിപ്പെടുത്തുക, എക്സ്പാൻഡ് ചെയ്യുന്നതിന് പകരം. അപ്പോൾ അതിൻ്റെ ആളാണ് ഉല്ലു ഖാൻ അഥവാ ബാൽബൻ. ഗിയാസുദ്ദീൻ ബാൽബൻ ഹാഡ് സെറ്റപ്പ് എ ഡാഷ് ഡിപ്പാർട്ട്മെൻറ്റ് കോൾഡ് ദിവാൻ അരിസ്, അതായത് മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൽഹി സുൽത്താൻസ് ഇൻട്രൊഡ്യൂസ്ഡ് 2 coins, നെയ്മലി സിൽവർ തങ്ക ആൻഡ് കോപ്പർ ജിത്തൽ. അത് ഐബക്കിന് ശേഷം വരുന്ന ഇൽത്തുമിഷാണ് 2 കോയിൻ ഉണ്ടാക്കുന്നത്. ഒന്ന് സിൽവറും മറ്റേത് കോപ്പറും. സിൽവറാണ് തങ്ക എന്ന് പറയുമ്പോൾ സ്വർണം, വില കൂടിയത്. അപ്പോൾ സിൽവറിലും കോപ്പറിലും വില കൂടിയതിലാണ് തങ്കം. കോപ്പർ എന്ന് പറയുന്നത് ജിത്തൽ. ഇൽത്തുമിഷ്. ദ ഓതർ ഓഫ് താരിഖ് ഇ മുബാറക് ഷാഹി യഹിയ സിർഹിന്ദി claims that the founder of Dash dynasty of Delhi Sultanate was a descendant of Prophet Muhammad. ഇത് ഇനി വരുന്ന സയ്യിദിൻ്റെ ക്വസ്റ്റ്യനാണ്. Who among the following started the ceremony of Sijida and Paibos? സിജിദ പൈബോസ്. സിജിദ എന്ന് പറഞ്ഞാൽ പ്രോസ്ട്രേഷൻ, പൈബോസ് എന്ന് പറഞ്ഞാൽ കിസ്സിങ് ഓഫ് മൊണാർക്സ് ഫീറ്റ്. അത് ഗിയാസുദ്ദീൻ ബാൽബൻ. അടുത്ത ക്വസ്റ്റ്യൻ, ബാൽബൻസ് റൂൾ ആസ് ആൻ അബ്സലൂട്ട് ഡിസ്പോട്ട് ലെഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്സ്.
അപ്പോൾ ബാൽബൻ ചെയ്ത കാര്യങ്ങളിൽ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഏതെല്ലാമാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ തന്നെ കറക്റ്റാണ്. ഡിസ്ട്രക്ഷൻ ഓഫ് 40 എന്ന് പറഞ്ഞാൽ 40 നോബൽസിൻ്റെ ഗ്രൂപ്പാണ് ചാലിസയെ മൊത്തത്തിൽ തകർത്തു. ഇതെല്ലാം തെറ്റാണ്. ഹിന്ദു അഡ്മിനിസ്ട്രേഷൻ, കോമൺ മാൻ. അടുത്തത് വിച്ച് റെഡ് ആൻഡ് ബഫ് സാൻഡ്സ്റ്റോൺ ഈസ് ദ ടോളസ്റ്റ് ടവർ ഇൻ ഇന്ത്യ ബിൽറ്റ് ഇൻ ദ 13th century? കുത്തബ് മിനാർ. Who among the following Delhi Sultanate rulers took the policy of blood and iron to deal with the Mewati community? ബാൽബനാണ്. ഇവിടുന്ന് ഒരു എക്സ്ട്രാ പോയിന്റ് കിട്ടി. ഇത് ആർക്കെതിരെയാണ് പ്രസിദ്ധമായത്? മേവാട്ടി കമ്മ്യൂണിറ്റിക്കെതിരെ. ബ്ലഡ് ആൻഡ് അയൺ. In the 11th century under Mahmud of Ghazni, a small town in Dash became the capital of vast empire of Ghaznavid. അപ്പോൾ ഈ ഗസ്നി എന്ന് പറയുന്നത്, ഗസ്നവിയുടെ എംപയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അഫ്ഗാനിസ്ഥാൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഒരു ചെറിയ ടൗണായ ഗസ്നിയാണ് മഹ്മൂദ് ഓഫ് ഗസ്നിയുടെ ക്യാപിറ്റലായിട്ട് വന്നത്. മുഹമ്മദ് ഗോരി അറ്റാക്ക്ഡ് ബത്തിൻഡ ഇൻ 1191. സ്ട്രാറ്റജിക് പോയിന്റ് ഫോർ, അതായത് ഈ മുഹമ്മദ് ഗോരി 1191 അറ്റാക്ക് നടന്നത് തറൈൻ യുദ്ധത്തിലാണ് ആ സമയത്ത്. അപ്പോൾ അത് ആരുമായിട്ടായിരിക്കും എന്ന് വെച്ചാൽ പൃഥ്വിരാജ് ചൗഹാനുമായിട്ടായിരിക്കും. അപ്പോൾ ഈ സ്ഥലം മറ്റേ ഇയാളെ സമയത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. റസിയ സുൽത്താനേൻ്റെ എതിരെ നിന്ന അൽത്തുനിയ ഈ ബത്തിൻഡയിലെ ഗവർണറായിരുന്നു. അപ്പോൾ ഇതേ സ്ഥലത്ത് തന്നെയാണ് മുമ്പ് മുഹമ്മദ് ഗോരി അറ്റാക്ക് ചെയ്യുന്നത്. മുഹമ്മദ് ഗോരി അറ്റാക്കഡ്, ഈ സ്ഥലത്തിൻ്റെ വേറെ പേരാണ് തബർ ഹിന്ദ, ഇൻ 1191. എ സ്ട്രാറ്റജിക് പോയിന്റ് ഫോർ പൃഥ്വിരാജ് ചൗഹാൻ. അടുത്തത് ക്യൂൻ നൈക്കി ദേവി ഈസ് റിമെമ്പേർഡ് ആസ് ദ വുമൺ ഹൂ ഡിഫീറ്റഡ് മുഹമ്മദ് ഗോരി. പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിക്കുന്നതിന് മുന്നേ ആദ്യം നൈക്കി ദേവിയായിട്ട് ഇദ്ദേഹം തോറ്റിട്ടുണ്ടായിരുന്നു 1178. അപ്പം അദ്ദേഹത്തിൻ്റെ രണ്ടാളുകളുടെയും കൂടി പേരുണ്ടായിരുന്നു ആ സമയത്തുള്ളത്. മൂലരാജ സെക്കൻഡ്, അതുപോലെ ഭീമ സെക്കൻഡ്. നൈക്കി ദേവി എന്ന് പറയുന്നത് ഒരു സോളങ്കി ക്യൂനാണ്, ക്യൂൻ നൈക്കി ദേവി. In the context of state and administration in Delhi Sultanate, the term മുക്തി അഥവാ ഇക്താദാർ. അപ്പോൾ അത് ഇക്താദാർ എന്നുള്ള വാക്ക് നമുക്ക് പെട്ടെന്ന് ഓർമ്മ മനസ്സിലാവും ഇക്ത എന്നുള്ള വാക്കിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യനിൽ എപ്പോൾ മുക്തി ആയിരിക്കും ചോദിക്കുക. മുക്തി എന്ന് പറയുന്നത് ഹോൾഡർ ഓഫ് ലാൻഡ് അസൈൻമെൻറ്റ് കോൾഡ് ഇക്ത. അടുത്തത് ഹൂ അമംഗ് ദ ഫോളോയിങ് സുൽത്താൻസ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ് അപ്പോയിൻറ്റഡ് ഗിയാസുദ്ദീൻ ബാൽബൻ ആസ് ഹിസ് പ്രൈം മിനിസ്റ്റർ? അതായത് ഗിയാസുദ്ദീൻ ബാൽബൻ ആരുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ വസീർ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ പോസ്റ്റ്, അത് നസുറുദ്ദീൻ മുഹമ്മദിൻ്റെ ആയിരുന്നു. നസുറുദ്ദീൻ മുഹമ്മദ് 1246 മുതൽ 66 വരെ ബാൽബൻ എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ വസീറായിരുന്നു. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ സ്ലേവ് അഥവാ മാമലൂക്ക് ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കിയത്. ഒന്നാമത്തത് കഴിഞ്ഞു. ഇനി 4 കൂടിയുണ്ട്. സത്ത്, ഇവിടെ ഒരു സയ്യിദും കൂടിയുണ്ട്. ഇത് ഡൽഹി സുൽത്താൻ്റെ രണ്ടാമത്തത്. ആദ്യത്തെ സ്ലേവ് ഭാഗം കംപ്ലീറ്റ് ആയി.